പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗപരിത കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി കർത്താവിന് സ്തോത്രം. വീണ്ടും അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവുമായി നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസി പ്രിയ ലളിതകുമാറാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ഏവർക്കും ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയുടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ ലളിതകുമാറിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ് സിസ്റ്ററേ. കർത്താവിൻ്റെ ദാസി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്ന? വീട്ടിൽ ആരൊക്കെയുണ്ട്? തിരുവനന്തപുരം പാളയം ലെനിൻ നഗർ എന്ന ദേശത്താണ് ഞാൻ താമസിക്കുന്നത്. ഞാനും എന്റെ ഹസ്ബൻഡ് മാത്രമാണ് വീട്ടിലുള്ളത്. ഓക്കെ പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച്, കർത്താവിനെ കണ്ടുമുട്ടാനിടയായി തീർന്ന ജീവിത സാഹചര്യങ്ങൾ, ബാല്യകാലം മുതലിഞ്ഞോട്ടുള്ള നല്ല ഓർമ്മകൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി സംസാരിക്കുന്നതിനായിട്ട് സമയം വേർതിരിച്ചു കൊള്ളുന്നു. ദൈവനാമ മഹത്വം ഉണ്ടാകട്ടെ. ആദ്യമായിട്ട് ആരോമ ചാനലിലെ പാസ്റ്റർ ജോൺ ഡാനിയൽ അവർക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ആരോമ ടിവി കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ ഞാൻ സ്നേഹവും നന്ദി അറിയിച്ചു കൊള്ളുകയാണ്. എന്റെ വീട്ടിൽ ഞാനും എന്റെ ഹസ്ബൻഡും മാത്രമാണ് ഉള്ളത്. ഞങ്ങൾ RCCയിൽ രണ്ടുപേരും ജോലി ചെയ്യുന്നു. 6 മാസം മുമ്പായിട്ട് എന്റെ ഭർത്താവിന് അറ്റാക്ക് വന്ന മുഖാന്തരം ഇപ്പൊ അദ്ദേഹം ജോലിയിൽ തുടരുന്നില്ല. ഭവനത്തിലിരുന്ന് പ്രാർത്ഥിക്കുകയും കർത്താവ് കഴിയുന്നിടത്തോളം മറ്റുള്ളവരുടെ സുവിശേഷം പറയുന്ന ബോധ്യവുമായിട്ട് അദ്ദേഹം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ബാല്യകാലത്തെ കുറിച്ച് ഞാൻ പറയുവാനായിട്ട് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ ബാല്യകാലം എന്ന് പറയുമ്പോൾ വളരെ ദുഃഖവും വേദനയൊക്കെ നിറഞ്ഞ ഒരു അനുഭവമായിരുന്നു എന്റെ ബാല്യകാലം. എന്റെ അപ്പനും അമ്മയും ഞങ്ങൾ 10 സഹോദരങ്ങളാണ് ഉള്ളത്. 8 സഹോദരിമാരും 2 സഹോദരന്മാരുമാണ് എനിക്കുള്ളത്. 7ാമത്തെ ആളാണ് ഞാന്. എന്റെ ഇളയതായിട്ട് 2 സഹോദരന്മാരും 1 സഹോദരിമാരും ഉണ്ട്. അവരെല്ലാം വിവാഹിതരായി കഴിയുകയാണ്. എന്റെ ബാല്യകാലം നോക്കുമ്പോൾ എന്റെ വീട്ടിൽ ഭയങ്കര ഒരപ്പം കൂലിവേലക്കാരനാണ്. സാമ്പത്തികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. ഈ മക്കളെ വളർത്തുവാനോ മറ്റൊന്നിനും ഒരു നിവൃത്തിയില്ലാതിരുന്ന ആ സാഹചര്യത്തില് എന്റെ അമ്മ ഒരു കാര്യം ചെയ്യാറുണ്ടായിരുന്നു. ഓരോ വളരുന്നതനുസരിച്ച് ഓരോ ഭവനത്തില് മക്കളെ കൊണ്ട് ജോലിക്കാക്കുമായിരുന്നു. ഒരു വീട്ടു ജോലിക്കായിട്ട് ആക്കുമായിരുന്നു. കാരണം അവർക്ക് നല്ല ആഹാരം കിട്ടാനും വസ്ത്രം കിട്ടാനും വേണ്ടിയിട്ടാണ് അമ്മ അങ്ങനെ ചെയ്തു പോകുന്നത്. ചേച്ചിമാരുടെയും എന്റെയൊക്കെ ജീവിതം പഴയകാലം ഓർക്കുമ്പോൾ ഭയങ്കര വേദനാജനകമായ ഒരു ജീവിതം തന്നെയായിരുന്നു. ചെറുപ്രായത്തിന്റെ കഠിനമായ അധ്വാനം, പാറ പൊട്ടിക്കാനും അങ്ങനെയുള്ള ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും വളരെയേറെ കഷ്ടതയിൽ കൂടിയാണ് ഞങ്ങളുടെ ചെറിയ കാലങ്ങൾ ജീവിച്ചു പോകുന്നത്. അപ്പൊ എന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ നല്ല വിദ്യാഭ്യാസമല്ലായിരുന്നു. 7ാം ക്ലാസ് വരെ ഞാനായിരുന്നു. 8ാം ക്ലാസ്സിലേക്ക് 8ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് എന്റെ പഠിത്തം നിർത്തി. ചെറുപ്പകാലത്ത് ആഹാരം കഴിക്കാനോ നല്ല ഒരു വസ്ത്രവും ഇല്ലായിരുന്നു. വളരെ ബുദ്ധിമുട്ട്, വസ്ത്രത്തിനായാലും ആഹാരത്തിനായാലും. സ്കൂളിൽ പോകാൻ പുസ്തകങ്ങളോ സ്ലേറ്റോ അങ്ങനെ യാതൊരു സൗകര്യവും എല്ലാം വാങ്ങിത്തരാനായിട്ട് എന്റെ വീട്ടുകാർക്ക് കഴിഞ്ഞില്ല. ഉച്ചയ്ക്ക് മിക്കവാറും സ്കൂളിൽ പട്ടിണിയായിരിക്കും ഞാൻ ഇരിക്കുന്നത്. ഒരു 4ാം ക്ലാസ് കഴിഞ്ഞ് LPS കഴിഞ്ഞ് എന്നെ ഒരു UPS സ്കൂളിലോട്ടാണ് മാറ്റിയത്. 5ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെ. ആ സമയങ്ങൾ ഉച്ചയ്ക്ക് വിശന്നിരിക്കുമ്പോൾ ശ്രീധരൻ എന്ന് പറയുന്നതായ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. അന്ന് ഉച്ചയ്ക്ക് ഉപ്മാവ് കൊണ്ട് ഒരു 10 പൈസ കൊടുക്കണമായിരുന്നു. ആ 10 പൈസ പോലും കൊടുക്കുവാനായിട്ട് ഇല്ലാത്തത് കാരണം ആ സാറായിരുന്നു എനിക്ക് തരികയും പിന്നെ കൂടെയുള്ളായിരുന്ന ചില ദിവസങ്ങൾ കൂടെയുള്ള കൂട്ടുകാരെ എനിക്ക് ആഹാരം തരികയും ചെയ്യുമായിരുന്നു. അതേ തുടർന്ന് തന്നെ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് അന്നത്തെ കാലത്ത് എനിക്ക് കഷ്ടപ്പാടെന്നോ വേദനയാണെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ആ ഒരു അങ്ങനെ ചിന്തിക്കാനുള്ള മാനസികാവസ്ഥ എനിക്കില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എന്റെ ഒരു ടീച്ചർ എന്നോട് പറഞ്ഞു, എന്റെ വീട്ടിൽ നീ ജോലിക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു നീ പൊക്കോളാൻ പറഞ്ഞു. എന്റെ വീടും ഈ സ്കൂളും ഈ പോകുന്ന വീടുമായിട്ട് 2-3 കിലോമീറ്ററിനകത്ത് വരും.
അപ്പൊ കാലത്ത് 6 മണിക്ക് ഞാൻ ഈ ഭവനത്തിൽ കടന്നു വരികയും കാലത്തുള്ള ഒത്തിരി ജോലികളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ട് സ്കൂളിൽ പോകും. സ്കൂളിൽ പോയിട്ട് നേരെ ഈ ഭവനത്തിൽ തന്നെ വരും. അങ്ങനെ അവിടുത്തെ ആ പ്രായത്തിനേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലികളാണ് എന്നെ കൊണ്ട് അവരെ ചെയ്യിപ്പിച്ചത്. ഒത്തിരി വഴക്ക് പറയും, ചെയ്ത ജോലി ശരിയല്ലെങ്കിൽ പറയും, പിടിപ്പിക്കുകയും അമ്മിയിലിട്ട് അരപ്പിക്കുകയും ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ആയിട്ടുള്ള വേല ചെയ്തു. അങ്ങനെ ചെറിയ തുച്ഛമായ പൈസ കിട്ടും, അതെന്റെ അമ്മയുടെ അച്ഛന് കൊടുക്കും. ഈ അമ്മ പൈസ ചിട്ടി കൊടുക്കുകയും അത് ഓരോ ചേച്ചിമാരും പ്രായപൂർത്തിയാകുന്ന സമയത്ത് ആ ചേച്ചിമാരെ ഈ പൈസ കൊണ്ട് കെട്ടിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അതായിരുന്നു എന്റെ ബാല്യകാലത്തെ ഒത്തിരി ഓർമ്മകൾ ഇങ്ങനെയായിരുന്നു. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് UP സ്കൂളിലെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഹൈസ്കൂളിലേക്ക് പോയി. വട്ടിയൂർക്കാവ് എന്ന് പറഞ്ഞ സ്കൂളിലാണ് ഞാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് പ്രവേശിച്ചത്. ഈ സമയത്തൊന്നും എനിക്ക് എഴുതുവാനോ വായിക്കുവാനോ വിദ്യാഭ്യാസം സംബന്ധം യാതൊരു കഴിവുകളും എനിക്കില്ലായിരുന്നു. ശരിക്കും പറയും മലയാളം പോലും എനിക്ക് വായിക്കാൻ അറിയത്തില്ല. അങ്ങനെ ആ 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഇതുപോലുള്ളൊരു ഡിസംബർ മാസത്തില് ഒരു മനുഷ്യൻ വന്നിട്ട് ഒരു പുതിയ നിയമം എനിക്ക് തന്നു. ഞാൻ എല്ലാ ക്ലാസ്സിലും കുട്ടികൾക്ക് പുതിയ നിയമം കൊടുത്തു, എനിക്ക് ഒരു പുസ്തകം തന്നു. അന്ന് എന്റെ പഠിത്തം നിർത്തിയിട്ട് ഞാൻ വീട്ടിൽ വന്നു. അന്ന് എന്റെ വീട്ടിൽ വന്നപ്പോഴത്തേന് ഒരു ആള് എന്നെ കൂട്ടിക്കൊണ്ട് പോവാ. എന്റെ അമ്മയും എന്റെ അപ്പനും വേറൊരാളുമായിട്ട് ഇവിടെ നിൽക്കുന്നത് കണ്ട്, മക്കൾ നീ ഒരു കാര്യം ചെയ്യും, നിന്നെ ഒരു വീട്ടില് ജോലിക്ക് കൊണ്ടാക്കുവാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞില്ല. എനിക്ക് എതിര് പറയാനായിട്ട് അന്നത്തെ പ്രായതനുസരിച്ച് 13 വയസ്സേ ഉള്ളൂ, എനിക്ക് അറിയത്തില്ലായിരുന്നു. ആ പോകുമ്പോഴത്തേക്ക് എന്റെ കയ്യിൽ എടുക്കുവാൻ എനിക്കുണ്ടായിരുന്ന ഈ പുതിയ നിയമം മാത്രമാണ്. ഞാൻ ഹൈന്ദവ പശ്ചാത്തലത്തിലാണ് ഞാൻ ജീവിച്ചതും വളർന്നതും. അമ്പലങ്ങളിൽ പോവുകയും എന്റെ വീട്ടില് നേർച്ച കാഴ്ചകൾ കഴിക്കുകയും ഇങ്ങനെയുള്ള ബാല്യകാലം എന്ന് പറയുന്നത് രാത്രിയൊക്കെ ആണെങ്കിൽ എന്റെ അമ്മയില് ഈ മരിച്ച ആത്മാക്കൾക്ക് ഒന്ന് സംസാരിക്കുമായിരുന്നു. അങ്ങനെ വീട്ടിൽ ഒരു സ്വസ്ഥത ഇല്ല രാത്രിയാകുമ്പോ. പിന്നെ അമ്മ നോക്കുമ്പോ അമ്മ പൈശാചികമായ ബന്ധത്താൽ പലയിടത്തൊക്കെ ഇങ്ങനെ ബോധമില്ലാതെ വീഴുകയും കിടക്കുകയൊക്കെ രാത്രിയുടെ അനുഭവത്തിലൊക്കെ ആയിരുന്നിട്ടുണ്ട്. ആ വേദനയും മനസ്സിനകത്തുണ്ടായിരുന്നു. വീട്ടിലൊരു സമാധാനമില്ല, സ്വസ്ഥതയില്ല. പിന്നെ അമ്മ ഓരോരുത്തർ ചോദിച്ചറിയാൻ പോകും. ചോദിച്ചറിയുമ്പോ ഓരോരുത്തർ ഇന്നതൊക്കെ ചെയ്തു വെച്ചിരിക്കുകയാണ്, സുദ്രം ചെയ്തു വെച്ചിരിക്കുകയാണ്, ഇന്ന കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്ന് എന്റെ അമ്മയോട് പറയും. അന്ന് സാമ്പത്തികം കൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടുള്ള എന്റെ അമ്മ നമ്മുടെ ഞങ്ങൾക്ക് കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള രോഗങ്ങൾ, ശരീരം മൊത്തം വ്രണവും ഇങ്ങനെയൊക്കെ വരും. അങ്ങനെ അമ്മ അപ്പം അടുത്ത വീട് ചോദിക്കാനായിട്ട് ഒരു വീട്ടിൽ ചോദിച്ചറിയാൻ പോകും. ചോദിച്ചറിയുമ്പോ ഇന്ന ആള് ചേനയും സുദ്രം ചെയ്ത് വെച്ചേക്കുന്നതാണ് എന്നൊക്കെ പറയും. എന്റെ അമ്മയോട് പറഞ്ഞ് പേടിപ്പിക്കും. അങ്ങനെ എന്റെ അമ്മ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. അമ്പലങ്ങൾ തൊഴുകോട് അമ്പലത്തിൽ പോവുകയും പട്ടും ഈ കോഴി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നേർച്ച കഴിക്കുകയും വീട്ടില് തറരക്ഷയൊക്കെ എഴുതി കെട്ടുകയും വീട്ടില് അവർ പറഞ്ഞ പ്രകാരം ഓലയിട്ട ഒരു ചെറ്റക്കുടിലായിരുന്നു, അതിനകത്ത് തന്നെ ഹോമം നടത്തുന്നതായിട്ട്, അന്ന് കുഞ്ഞു പ്രായമാണ്, എനിക്ക് അത്രത്തോളം ഇതിനെ കുറിച്ച് അറിയാൻ പാടില്ല, ഹോമം നടത്തുന്നതൊക്കെ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ വളർന്നത്. എനിക്ക് ദൈവം ആരാണെന്നോ ഇങ്ങനൊരു യേശുക്രിസ്തു ഒരു ദൈവം ഉണ്ടെന്നോ അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഈ പുതിയ നിയമം കിട്ടുമ്പോൾ തന്നെ അത് യേശുവിൻ്റെതാണെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു പുസ്തകം എന്റെ കൈ കിട്ടി, അത് ഞാൻ വളരെയേറെ ഞാൻ നെഞ്ചോട് ചേർത്ത് വെച്ചാണ് ഈ പുസ്തകം കൊണ്ട് ഞാൻ ഒരു വീട്ടിൽ ജോലിക്കായിട്ട് പോണത്. അത് വഴുതക്കാട് എന്ന് പറയുന്ന സ്ഥലം IG ഓഫീസില് ഓഫീസർ ആയിരുന്ന അവിടുത്തെ ക്വാർട്ടേഴ്സിൽ 4ാമത്തെ കെട്ടിടത്തിലേക്കാണ് എന്നെ ജോലിക്ക് കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ആകെ ഭയങ്കരമായ പ്രയാസം ഉണ്ടായി. കാരണം ഒറ്റപ്പെടലിന്റെ അനുഭവം, കൂട്ടുകാരോട് സംസാരിക്കാൻ പറ്റത്തില്ല, പിന്നെ സ്കൂളിൽ പോകാൻ പറ്റില്ല, സ്കൂൾ വിദ്യാഭ്യാസം മുടങ്ങിപ്പോയി. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രയാസം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പഠിക്കാൻ ബുദ്ധിയില്ലെങ്കിലും എനിക്ക് സ്കൂളിൽ പോകണത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ടീച്ചർമാർക്കൊക്കെ എന്നെ വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ആ ഒരു അനുഭവത്തിൽ നിന്ന് മാറി വീട്ടുകാരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ വിട്ട് സ്ഥിരമായിട്ട് എന്നെ വീട്ടിൽ ജോലിക്കായിട്ട് കൊണ്ടാക്കി. ഈ ജോലിക്ക് കൊണ്ടാക്കുന്ന ആ സമയത്ത് അന്ന് അവര് ക്രിസ്ത്യാനികളാണോ എന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. അവിടെ 5 അംഗങ്ങളുണ്ട്, വലിയ മുതിർന്ന ആൾക്കാരാണ്, എന്നെക്കാൾ വലിയ മുതിർന്ന മക്കളുമാരൊക്കെ ഉള്ള വീടാ. അങ്ങനെ അവിടെ ചെന്ന് രാത്രിയായപ്പോ എനിക്ക് ഭയങ്കര വേദനയുണ്ടായി. കാരണം ഒരു കൊച്ചുകുട്ടിയായ എനിക്ക് ഒരു 13 വയസ്സ് പ്രായമേ ഉള്ളൂ. ആ സമയത്ത് ആ പരിഗണന ഒന്നും തരാതെ എന്നെ ഒരു സ്റ്റോർ റൂമിനകത്ത് കൂട്ടിയിട്ട് അവര് മേൽനിലയിലൊക്കെ ആയിട്ട് ഉറങ്ങാനായിട്ട് കടന്നുപോയി. ആ സ്ഥലത്താണ് ഈ പാറ്റയും പലതരത്തിലുള്ള ശബ്ദങ്ങളുണ്ട്. ഞാൻ പേടിച്ചു പോയി. ആ പേടിച്ചു പോകുന്ന സമയത്ത് ഞാൻ എന്റെ കയ്യിൽ ഇരുന്ന പുതിയ നിയമം ഞാൻ ഒന്ന് തുറന്നു നോക്കി. അക്ഷരം എന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് അക്ഷരങ്ങളെല്ലാം കൂട്ടി ഞാൻ വായിച്ചപ്പം കർത്താവായ യേശുക്രിസ്തുവിനെ ഗെത്സമന ഈ
വലിയ കുരിശും കൊണ്ട് പോകുന്ന ചാട്ടവാറിട്ടടിക്കുന്നതും ഇങ്ങനെയുള്ള ഭാഗങ്ങളാണ് ഞാൻ അക്ഷരം കൂട്ടിയാണ് ഞാൻ വായിച്ചത്. ആ വേദന എന്താണെന്ന് യേശുവാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അങ്ങനെ ആ വേദന കണ്ട് വായിച്ചു കഴിയുമ്പോൾ എന്റെ കണ്ണിൽ നിന്ന് മടമടാ വെള്ളം ഒഴുകാൻ തുടങ്ങി. പിന്നെ എന്റെ ജീവിതം പിറ്റേ ദിവസമായപ്പോ എന്റെ ജോലിയെല്ലാം കഠിനപ്പെട്ടു. ഞാൻ പിന്നെ ഈ വേദപുസ്തകമൊന്നും ഞാൻ വായിച്ചിട്ടില്ല. ആ പോകുന്ന വീട്ടുകാർ പിന്നീടാണ് അറിഞ്ഞത് മാർത്തോമ്മക്കാരാണ്. അവർ ഞായറാഴ്ച ആരാധനയ്ക്ക് പോവും. ദിവസങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുവാണ്. പോകും. അപ്പൊ എന്നെ കൂടെ കൊണ്ടുപോകും. കാരണം വീട്ടിൽ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോയാൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് എന്നെ കൂടെ അവർ കൊണ്ടുപോകും. കൊണ്ടുപോയാൽ എനിക്ക് ചർച്ച ആണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ നോക്കി, ആൾക്കാരെ നോക്കി, വസ്ത്രം നോക്കി, ഇങ്ങനെയൊക്കെ അലസതയോടും കൂടി ഞാൻ ഇരിക്കുമായിരുന്നു. ഒരു ദിവസം അവര് ശനിയാഴ്ച ദിവസമാണ് ആ വീട്ടിൽ പ്രാർത്ഥന നടക്കുന്നത്. അന്ന് ആ സമയം അവര് പാട്ട് പാടി ആ സ്ഥലത്തോട്ടൊന്നും എനിക്ക് പോകാൻ പാടില്ല. ജോലി ചെയ്ത് അടുക്കളയിൽ തന്നെ നിൽക്കണം. വേറൊരു റൂമിലോട്ട് എനിക്ക് പ്രവേശനമില്ലായിരുന്നു. ക്ലീൻ ചെയ്യാനും അന്നത്തെ ക്ലീനിങ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തറയിരുന്ന് വേണം. 2 നില വീട് തുടയ്ക്കണം, 4-5 ബാത്റൂം കൊണ്ട് കഴിയണം. പിന്നെ ഇവർ ഒരു സാധനവും മെല്ലിക്കൊടുത്ത് പൊടിക്കത്തില്ല. ഗോതമ്പ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം മുളക് തൊട്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കൊണ്ട് ഉരളിൽ തന്നെ അമ്മിയിലൊക്കെ അരപ്പിക്കുകയും പാത്രങ്ങൾ കഴിയുകയും കഠിനമായ ജോലി. പിന്നെ തുണിയൊക്കെ ഒത്തിരി കാലം നനയ്ക്കാനായിട്ട്. ഈ തുണി കഴിയുമ്പോൾ എന്റെ കൈ 2 സോപ്പിന്റെ അലർജി മുഖാന്തരം പൊട്ടിപ്പോകുമായിരുന്നു. ബ്ലഡ് വരെ വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും ഒരു ദയ കാണിക്കുകയോ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് മേടിച്ച് തരുവോ ഒന്നും ചെയ്തിട്ടില്ല. അന്ന് എനിക്ക് പരാതി പറയാനായിട്ട് എനിക്ക് അറിയത്തില്ല. സുഖമില്ലാന്ന് പറയാൻ അറിയത്തില്ല. ഞാൻ മാറി നിന്ന് കരയുകയാണ് ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അതിനെനിക്ക് ഒരു ശനിയാഴ്ച രാത്രി അവരെല്ലാം കൂടെ സ്വീകരണ മുറിയിൽ നിന്ന് പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു പാട്ട് ഞാൻ വളരെയേറെ ഞാൻ ശ്രദ്ധിച്ചു. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു, നിർണയമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും, നിർണയമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും എല്ലാം നന്മയ്ക്കായി. ഈ പാട്ട് ഞാൻ വളരെ ശ്രദ്ധിക്കുമായിരുന്നു. ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുമായിരുന്നു. ആരാ എന്തോന്ന് എനിക്ക് അറിയാൻ പാടില്ല. അങ്ങനത്തെ ആ ഒരു ബുദ്ധിയൊക്കെ എനിക്ക് അത്രയ്ക്കേ ഉള്ളൂ. ശരിക്കും പറഞ്ഞ ആ സമയത്തൊക്കെ ഈ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുകയും മാറോട് ചേർക്കുകയും അവർക്ക് ഉമ്മ വയ്ക്കുകയും ഇങ്ങനെയൊക്കെ അവർക്ക് ചോറ് പറഞ്ഞ് ഇങ്ങനെയുള്ള കാണുമ്പോഴത്തേക്ക് ഞാനും എന്റെ മനസ്സിനകത്ത് വിഷമം വരും. കാരണം എനിക്ക് ഈ മാതാപിതാക്കളിൽ നിന്നൊന്നും അങ്ങനെ സ്നേഹം കിട്ടിയില്ല. അവർക്ക് സ്നേഹമുണ്ട് ഇല്ലെന്നല്ല, പക്ഷെ വളരെയേറെ ഉത്തരവാദിത്തം പ്രാരാബ്ദങ്ങൾ എന്റെ അമ്മയ്ക്കുണ്ട്. എങ്ങനെ ഈ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് എന്റെ അമ്മ വളരെയേറെ കഷ്ടപ്പെട്ടു. അമ്മ അനുഭവിച്ച വേദനകളൊന്നും എനിക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റത്തില്ല. അത്രത്തോളം വേദനയിൽ കൂടി എന്റെ അമ്മ കടന്നുപോയി. എന്ന് കാരണം എന്ന് വെച്ചാൽ മക്കൾക്ക് നല്ല പേരുണ്ടാകണം. എപ്പോഴും വന്ന് മക്കളെ ശ്രദ്ധിക്കും. മക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ എന്റെ അമ്മ വന്ന് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കാറുണ്ട്. അവര് വഴി വിട്ടു പോകുമോ എന്നൊക്കെ ഉള്ളതായ അന്വേഷണങ്ങളെല്ലാം ഉണ്ട്. എന്റെ ദേശത്ത് പോലും ഞങ്ങൾക്കൊരു നല്ല പേരുണ്ട്. ഈ മക്കളെ കുറിച്ച് നല്ല അഭിമാനമാണ്. ഞങ്ങളുടെ താമസിക്കുന്ന ദേശത്ത് നാട്ടുകാർക്കെല്ലാം ഞങ്ങൾ പ്രിയപ്പെട്ടവരായിരുന്നു. എന്നുവെച്ചാൽ ഒന്നുമില്ലെങ്കിലും നല്ല മര്യാദ ഉണ്ടെന്നുള്ള ഒരു പേര് എന്റെ അമ്മയ്ക്ക് അന്നും ഇന്നും ഉണ്ട്. അപ്പൊ ആ സമയത്താണ് ഞാനിങ്ങനെ ഈ ആ ജോലി ഞാൻ പറഞ്ഞല്ലോ, എന്റെ ജോലിയുടെ ആ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞല്ലോ, വളരെയേറെ കഷ്ടതയെ കൂടി കടന്നുപോയി. എന്നോട് ഒരു ദയോ ഒന്നും അവരെ കാണിക്കാതിരുന്ന സമയത്ത് ഒരു 2 വർഷത്തോളം ഞാൻ വീട്ടിൽ 2-2.5 വർഷത്തോളമേ ഞാൻ വീട്ടിൽ നിന്നുള്ളൂ. അത്രയ്ക്ക് ബുദ്ധിമുട്ടായി പോയി എനിക്ക്. ജീവിതം എന്താണെന്നൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ലാത്തൊരു സാഹചര്യം. എന്റെ അമ്മ വന്ന് ഒരു ദിവസം എന്നെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി. അവിടുന്ന് പിന്നെ വീണ്ടും ഞാൻ വീട്ടിൽ ചെന്നാൽ ഞങ്ങൾ വെറുതെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല. ഈ കല്ലടിക്കാനും അങ്ങനെയൊക്കെ ഞങ്ങളെ കൊണ്ടുപോകും. ഒരു റെസ്റ്റ് ഇല്ലാത്ത ജീവിതം. അന്ന് എനിക്ക് ഭയങ്കരമായ വിഷമം. കുറച്ചും കൂടെ ഞാൻ വളർന്നല്ലോ. ഞാൻ വിഷമം ഞാൻ എന്റെ അമ്മയോട് ചോദിച്ചു, പെമ്മക്കളായിരുന്നെങ്കിൽ അമ്മ എന്തിനാ ഞങ്ങളെ വളർത്തി? അപ്പോഴേ അങ്ങ് കൊന്നു കളഞ്ഞോളൂ, ഞങ്ങൾ ഇങ്ങനെയായിട്ട് കഷ്ടപ്പെടുത്തുന്നത് എന്റെ അമ്മയോട് ഞാൻ പലതവണ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇന്ന് അത് ഓർക്കുമ്പോ എനിക്ക് വിഷമുണ്ട്. അമ്മയോട് അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന് അങ്ങ് ചിന്തിക്കാറുണ്ട്. അവിടെയും ഞാൻ 2-3 വർഷമേ പിന്തുടരാനായിട്ട് കഴിഞ്ഞുള്ളൂ. എന്നുവെച്ചാൽ അത്രയ്ക്കുള്ള ജോലി ഭാരം എനിക്ക് താങ്ങാൻ പറ്റില്ല. ഭയങ്കരമായ ഉറക്കമില്ല. ഭയങ്കര ഗസ്റ്റ് ഒക്കെ ആയിരുന്നു. അവർക്കെല്ലാം ആഹാരം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ഭയങ്കര ഭാരമായിരുന്നു, വേദനയായി. പിന്നെ ഈ വീട്ടിൽ നിന്നും ഞാൻ പോയെങ്കിലും അവരെനിക്ക് നല്ലോണം ആഹാരം തരികയും വീട്ടിലൊരു അംഗത്തെ പോലെ തന്നെ കരുതി.
നല്ലൊരു സംരക്ഷണം എനിക്കുണ്ടായിരുന്നു. എന്നോടുള്ള വലിയൊരു വിശ്വസ്തത എനിക്കുണ്ടായിരുന്നു, അവർക്കുണ്ടായിരുന്നു. എന്നിൽ ഒരു നല്ലൊരു വിശ്വസ്തത ഉണ്ടായിരുന്നു. എങ്കിൽ എനിക്ക് ജോലി ഭാരം മുഖാന്തരം ഞാൻ ഇവിടെ നിന്നും വീട്ടിൽ പോയി. വീണ്ടും അധികം ദിവസങ്ങളായില്ല, വീണ്ടും എന്നെ വേറൊരു വട്ടിയൂർക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീട്ടിലോട്ട് എന്നെ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, ഒരു എന്തോ മനസ്സിനകത്ത് വല്ലാത്തൊരു വേദന ഉണ്ടായി. ഞാൻ ഇങ്ങനെ പറഞ്ഞു, അടുത്തിന് ഏത് സിംഹത്തിനാണോ എന്നെ വലിച്ചു കീറാനായിട്ട് എന്നെ കൊണ്ടുപോകുന്നതെന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞിട്ട് ആ ഭവനത്തിലേക്ക് ഞാൻ കടന്നുപോയി. കടന്നു പോകുന്ന ആ ഭവനത്തിനകത്ത് ഞാൻ കയറുമ്പോൾ വളരെ വൃത്തിഹീനമായ ഒരു സാഹചര്യമാണ് ആ ഭവനത്തിനകത്ത് കണ്ടത്. കാരണം അവിടുത്തെ വീട്ടിലെ മാതാവ് എന്ന് പറയുന്നത് കോളയം പോളിടെക്നിക്കില് ഹെഡായിട്ട് അന്ന് ജോലി ചെയ്യുന്നു കോട്ടയത്ത്. അപ്പൊ ഞാൻ ചെല്ലുമ്പോ ഒരു വൈകുന്നേരം 5 മണിക്ക് കണിച്ചുന്ന മാതാവ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ പിതാവെന്ന് പറയുന്നത് അദ്ദേഹം ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. പുള്ളി കാരനായിരുന്നു. അമ്മാമ്മ താഴത്തങ്ങാടിയിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടുത്തെ ദേശക്കാരായിരുന്നു. ഇവിടെ വന്ന് താമസിക്കുന്നതാണ് സ്ഥിരമായിട്ട്. അങ്ങനെ അവർക്ക് 2 മക്കളുണ്ടായിരുന്നു. പിന്നെ ഒരു വല്യമ്മച്ചി ഉണ്ടായിരുന്നു. അവിടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് പ്രത്യേക ഒരു ഫീലിംഗ് ഉണ്ടായി. ഒരു കുട്ടി, ഒരു മോള്, എന്റെ പ്രായം വരും, അവള് കുളിക്കാൻ എനിക്ക് ഒരു വീട്ടിൽ ഇങ്ങനെ കട്ടിലിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. കാരണം എന്റെ പ്രായമുള്ള എനിക്ക് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ വെളുപ്പിനെ അതിരാവിലെ അവര് 3-4 മണിയൊക്കെ എഴുന്നേറ്റ് കാലത്തുള്ള വേണാടിനാന്ന് തോന്നുന്നു ആ ജോലിക്ക് അവര് കടന്നു പോയി. പിന്നെ രാത്രി 12 മണിയാ മാതാവ് വീട്ടിൽ വരികയും ചെയ്യുന്നത്. പിന്നെ വല്യമ്മച്ചിയായിരുന്നു അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ആദ്യം ഞാൻ ചെയ്ത വീടെല്ലാം ഒന്ന് ക്ലീൻ ആക്കി, വീട്ടിൽ ആവശ്യമായിരിക്കുന്ന ആഹാരങ്ങളും സകലതും ഞാൻ അവർക്ക് വേണ്ടത് ഇഷ്ടാനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുകയും, ഇരിക്കുന്ന കുട്ടിക്ക് വിക്സ് വരുമായിരുന്നു. എനിക്കറിയത്തില്ല, ആദ്യമായിട്ടാണ് ഞാൻ വിക്സ് വരുന്നത് കണ്ടത്. ആ കുട്ടി നല്ല ദൈവകൃപയെ സ്നേഹമുള്ള ഒരു കുട്ടിയായിരുന്നു. ആ വിക്സ് വരുന്ന സമയത്ത് വീട്ടിൽ ആരും കാണാതെ ഞാനായിരിക്കും ഉള്ളത്. പിന്നെ ഞാൻ ഓടിച്ചെന്ന് വേണ്ടതായ ശുശ്രൂഷകൾ കുട്ടിക്ക് ചെയ്തു കൊടുക്കുകയും, പിന്നെ ക്രമേണ ഞാനും ആ കുഞ്ഞും തമ്മിൽ വളരെയേറെ അടുപ്പവും സ്നേഹവും, ഒരമ്മ പെറ്റ മക്കൾ പോലെ ഞങ്ങൾ ആ സ്നേഹം ആയിരുന്നു. അവര് ഓർത്തഡോക്സുകാരാണ്, ചർച്ചിൽ പോണവരാണ്. പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കൂടെ കൂട്ടുമായിരുന്നു. അപ്പൊ എനിക്ക് ഈ കൂട്ടിയെങ്കിൽ അപ്പോഴും എനിക്കറിയത്തില്ല യേശു ആരാണെന്ന് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അവരെ പ്രാർത്ഥന കൂട്ടും, ഭക്ഷണം കഴിച്ചൊന്നും ചോദിക്കും. എന്റെ എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ മാതാപിതാക്കളാണേലും അവിടെ അവരെ മോളെ പോലെ തന്നെയാണ് എന്നെ സംരക്ഷിച്ചത്. അങ്ങനെ വളരെയേറെ ഹാപ്പി ആയിരുന്ന ആ സമയത്താണ് പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ജീവനുള്ള അടുത്തിനി എന്റെ കർത്താവിനെ ഞാൻ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്. ഇതുവരെയും ഞാൻ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. ആരും എനിക്ക് ഈ ദൈവത്തെ വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ അന്ന് ആരുമില്ലായിരുന്നു. അന്നത്തെ കാലത്ത് ഇതുപോലെ സുവിശേഷം ആരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു പോകുന്നത്. ഞാൻ യേശുവിനെ കുറിച്ച് എന്റെ കർത്താവിനെ കണ്ടുമുട്ടിയത് ആ വീട്ടിൽ ചെന്നിട്ടാണ്. അനുഭവമാണ് ഞാൻ പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ചാനൽ കൂടിയാണേലും പല സാക്ഷ്യങ്ങളും ഞാൻ കേട്ടും മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്തു. കാരണം ഞാൻ കടന്നുപോയ ഘട്ടങ്ങളും വേദനകളും എനിക്കറിയുന്നത് മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരട്ടെ, ഓരോരുത്തരുടെ അനുഭവം ഓർത്തിട്ട് ഞാൻ അത് പലർക്കും ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് എനിക്കൊരു ചാൻസ് കിട്ടും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എന്റെ വീട്ടിലൊരു ഏലിയാമ്മ വർഗീസ് സിസ്റ്റർ വന്നു. ആ സിസ്റ്റർ കുറച്ച് ദിവസം ഞങ്ങൾ കൂടണം. ആ സിസ്റ്റർ എന്റെ ഹസ്ബൻഡിന്റെ സാക്ഷ്യം കേട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഇരിക്കേണ്ടതല്ല, നിങ്ങളുടെ സാക്ഷ്യം മറ്റുള്ളവർ പുറം ലോകം അറിയപ്പെടുന്നു. ആ സിസ്റ്റർ ഞങ്ങളുടെ അനുവാദം പോലും ചോദിക്കാതെ നേരിട്ട് വിളിക്കുമായിരുന്നു, കോണ്ടാക്ട് ചെയ്ത് നമുക്കുള്ള കാര്യങ്ങൾ ക്രമപ്പെടുത്തുകയും. ആ വീട്ടിൽ ചെന്ന് ഒരു വർഷം ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോ കാലത്തെ പ്രഭാതത്തില് ഞാൻ എണീറ്റപ്പോ എനിക്ക് എണീക്കാൻ പറ്റിയില്ല. നട്ടലിന് എന്താ പറ്റിയെന്നറിയാം, കഠിനമായ വേദനയെ തുടർന്ന് ഞാൻ അങ്ങോട്ട് എൻ്റെ ഉള്ള ജീവിതം വേദനജനകമായ ഒരു ജീവിതമായിരുന്നു. വീട്ടിലെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. എങ്കിൽ ആ വീട്ടില് എന്നോട് ഒത്തിരി സ്നേഹമുള്ളത് കാരണം അവരെന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചില്ല. അവരുടനെ എന്നെ കൊണ്ടുപോയി വണ്ടിയെ കയറ്റി പല മെഡിക്കൽ കോളേജിലൊക്കെ ഡോക്ടർ ചെറിയാൻ തോമസ് എന്ന് പറയും. ചെറിയാൻ തോമസ് എല്ലാവർക്കും ഒക്കെ അറിയാൻ പ്രശസ്തനായ ഒരു ഡോക്ടറാണ്. ആ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. പിന്നെ തിരുവനന്തപുരം കളരി എന്ന് പറയുന്ന ഒരു വൈദ്യന്റെ അടുത്ത് എന്നെ കൊണ്ടുപോയി. അവർക്ക് പറ്റുന്നിടത്തോളം ട്രീറ്റ്മെന്റ് എനിക്ക് തന്നു. ആ വീട്ടിൽ തന്നെ എന്നെ പാർപ്പിച്ചുകൊണ്ട് എന്നെ സഹായിക്കാനും കൂടി ആ വീട്ടിലെ കാര്യങ്ങൾ നോക്കി നടക്കുവാൻ വേണ്ടി വേറെ ജോലിക്ക് അവിടെ ആള് വെച്ചു. പക്ഷെ ഇതിന്റെ പിന്നിൽ ദൈവത്തിന്റെ കരങ്ങളാണെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ മാസങ്ങളോളം വർഷങ്ങൾ നീണ്ടുപോയി. എന്റെ അസുഖത്തിന് യാതൊരു മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല.
അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ മനസ്സിനകത്തൊരു ചിന്ത, ഞാൻ അമ്പലത്തിൽ പോവുകയും വിഗ്രഹങ്ങൾ അർപ്പിക്കുകയും പൂജയ്ക്കൊക്കെ ആ കറക്റ്റ് സമയത്ത് കടന്നു പോവുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്റെ ദൈവം എന്ന് പറഞ്ഞാൽ, ഇഷ്ട ദൈവം എന്ന് പറഞ്ഞാൽ ഹനുമാനായിരുന്നു. ആ ഹനുമാനായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. തൊട്ടടുത്തൊരു വീടുണ്ട്, എന്റെ കുടുംബ വീട്ടിന്റെ, വട്ടിയൂർക്കാവാണ് എന്റെ കുടുംബ വീട്. ആ വീട്ടിന്റെ അടുത്ത് തന്നെ എനിക്ക് അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. അമ്പലത്തിൽ അടുത്ത് അവിടെ താമസിക്കുന്ന ഒരു വീട്. ആ വീട്ടിലായിരുന്നു മിക്കവാറും ചെറുപ്രായത്തിൽ അന്തി ഉറങ്ങാൻ പോകുന്നതും ആ പൂജകളിൽ പങ്കെടുക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ആയിട്ട്, അവരുടെ ദൈവങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് കൂടുതൽ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അത് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ചിന്ത ആയിരുന്ന എനിക്ക് ഒരു ചിന്ത പെട്ടെന്ന് എന്റെ മനസ്സിനകത്ത് വന്നു. ജീവനുള്ള ഒരു ദൈവം ഉണ്ടെങ്കിൽ എന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് എനിക്ക് കാണണം. ആ ഒരു ആഗ്രഹം എന്റെ ഹൃദയത്തിനകത്ത് വർദ്ധിച്ചു. അങ്ങനെ ആ വർദ്ധിച്ച് ഞാൻ ഓരോ ദിവസം ചെല്ലും തോറും എനിക്ക് ഭാരവും പ്രയാസം ഏറി വന്നു. കാരണം ഞാൻ കിടന്ന കിടപ്പിൽ എന്റെ വയറില് പുറത്തു വെച്ചിട്ടാണ് ഞാൻ ഭക്ഷണം വരെ കഴിക്കുന്നത്. അത്രയ്ക്ക് വേദനയായിരുന്നു എന്റെ ശരീരം. അരയ്ക്ക് കീഴ്പോട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട്, എണീറ്റ് നടക്കാനും ഒക്കെ വലിയ പ്രയാസങ്ങളായിരുന്നു. ഇരുന്ന് നിറങ്ങിയ ഞാൻ ബാത്റൂമിൽ പോലും പോകുന്ന ദിവസങ്ങൾ എന്റെ ജീവിതത്തിൽ ആ നിമിഷങ്ങളൊക്കെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം അർദ്ധരാത്രി, മാസങ്ങൾ കടന്നുപോയി, ഒരു അർദ്ധരാത്രി സമയത്ത്, അത് 1999 തോന്നുന്നു. ആ സമയത്ത് ഞാൻ അടുക്കളയിലേക്ക്, രാത്രി എല്ലാവരും കിടന്നുറങ്ങിയ സമയത്ത്, ഞാൻ കാലുകൊണ്ട് മുട്ടുമേ ഇഴഞ്ഞിട്ട് ഞാൻ അടുക്കളയിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ അന്വേഷിക്കും, ഞാൻ മനസ്സിനകത്ത് ചിന്തിച്ചത് ഇങ്ങനെയാണ്: ജീവനുള്ള ഒരു ദൈവം, പ്രതിഫലം കൂടാതെ സ്നേഹിക്കുന്ന ദൈവം. ഈ രണ്ട് കാര്യമാണ് ഞാൻ കർത്താവിനോട് ചോദിച്ചത്. പ്രതിഫലം കൂടാതെ സ്നേഹിക്കണം എന്നുള്ള പറയാൻ കാരണം, അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ നേർച്ച കാഴ്ചകളെല്ലാം കൊടുക്കുമ്പോൾ മാത്രമാണ് പ്രസാദിക്കുന്നത്. പക്ഷെ അത് ഞാൻ അങ്ങ് വെറുത്തുപോകും. കാരണം ഇത്രയും മാത്രം വേദനയിൽ കൂടി കടന്നു പോകുമ്പോഴും അന്ന് ഞാൻ കൊടുത്ത ദൈവങ്ങളോ അവരെ നമസ്കരിച്ചവരാരും എന്നെ രക്ഷിക്കാനായിട്ട് വന്നില്ല. അങ്ങനെങ്കിൽ ജീവൻ ഉണ്ടാകട്ടെ. അങ്ങനെ ജീവനുള്ള ദൈവത്തെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് അർദ്ധരാത്രി ഞാൻ കിടന്ന സ്ഥലത്ത് ഭയങ്കരമായൊരു തേജസ് ഇറങ്ങി. ഈ പകല് സൂര്യൻ ഉദിക്കുന്നതിനേക്കാൾ വലിയൊരു പ്രകാശം. ആ പ്രകാശത്തിന്റെ മധ്യത്തില് യേശു എന്ന രൂപത്തില്, എന്നുവെച്ചാൽ പഠനത്തിലൊക്കെ കണ്ടിട്ടുണ്ട്, വരച്ചൊക്കെ വെച്ച് കണ്ടിട്ട്, ആ രൂപത്തില് ജീവൻ ഉണ്ടായിരുന്നു എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഭയങ്കര ആ സമയത്ത് എന്റെ ശരീരം, ഞാൻ ഭൂമിയിലാണോ സ്വർഗത്തിലാണോ ആകാശത്തിലാണോ എനിക്ക് അറിയത്തില്ല, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവം. ഞാൻ എവിടെയാണെന്ന് എനിക്ക് ബോധമില്ലായിരുന്നു. ആ സമയത്ത് ആദ്യമായിട്ട് ഞാൻ സുവിശേഷം എന്നോട് പറഞ്ഞ എന്റെ കർത്താവാണ്. അങ്ങനെ ആണിപ്പാടുള്ള കൈ, നല്ലോണം ആ ബ്ലഡ് ഉണങ്ങിയിട്ടില്ല, ആ കൈ എടുത്ത് എന്റെ മുറിവുണ്ടായിരുന്നു, നടുമധ്യത്തിലായിട്ടൊരു മുറിവുണ്ടായിരുന്നു. ആ കൈ എടുത്ത് എന്റെ ശിരസിന്മേൽ വെച്ചിട്ട് പറഞ്ഞു, ഞാനാകുന്നു, ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിലെങ്കിൽ യേശു എന്നൊരു നാമമല്ല, അതൊരു നാമമില്ല എന്ന് ആ ശബ്ദം ഞാൻ കേട്ടു. ശബ്ദം കേൾക്കേണ്ട കണ്ണുകൊണ്ട് ഭയങ്കരമായ രീതി ഞാൻ കാണുകയും ചെയ്തു. എന്നിട്ട് പറയുവാണ്, പ്രതിഫലം കൂടാതെ സ്നേഹിക്കുന്ന ദൈവം ഞാനാകുന്നു, നീ എന്നെ അമ്മയെ പോലെ അപ്പനെ പോലെ സ്നേഹിച്ചു കൊള്ളുക പറഞ്ഞു എന്നോട്. ആ സമയത്ത് ഞാൻ സാധാരണ അനുഭവത്തിലേക്ക് വന്നിട്ട് എന്റെ ശരീരം ആകെ വിറയ്ക്കാൻ തുടങ്ങി. ഭയങ്കരമായ വിറയൽ. ഞാൻ ഇരിക്കുന്ന കാലങ്ങളെല്ലാം മറന്ന് ഞാനങ്ങ് മുട്ടുകുത്തി. കാരണം എന്റെ ശരീരത്തിന് മാറ്റം സംഭവിച്ചു. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് എത്ര സ്തുതിച്ചാലും മതിവരെയില്ല. ആ അനുഭവം എന്ന് പറഞ്ഞ എന്റെ ജീവിതത്തിൽ ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ യേശു എന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു അനുഭവം, ഫീലിംഗ് എനിക്ക് ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് 55 വയസ്സായി. 20 വയസ്സിലാണ് ഞാൻ ഈ സംഭവം, എന്റെ യേശുവിനെ ഞാൻ കാണുന്നത് തന്നെ 20ാമത്തെ വയസ്സിലാണ്, നല്ല യൗവന പ്രായത്തിലാണ്. ആ സമയത്തൊന്ന് എല്ലാവരും കല്യാണം കഴിച്ച് ഞാൻ ഈ നടുവിന്റെ ബുദ്ധിമുട്ടുണ്ട്, ഈ കല്യാണം വേണ്ട എന്നൊരു തീരുമാനം ഞാൻ വീട്ടുകാരെ അറിയിച്ചു. എനിക്കിനി കല്യാണം ഒന്ന് ആലോചിക്കരുതെന്ന് പറഞ്ഞു. അതെന്റെ ഈ കർത്താവിനെ കണ്ടതിന് ശേഷം. കാരണം എനിക്ക് എന്റെ യേശുവിനെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എന്റെ രോഗമല്ല വലുത്, എന്റെ മറ്റുള്ള ബന്ധങ്ങളല്ല എനിക്ക് വലുത്. എന്റെ ഈ ലോകത്തില് സൃഷ്ടിച്ചു പരിപാലിച്ച എന്റെ ദൈവം, ഒരു വീട്ടുകാരക്കാരിയായ, ഒരു വിദ്യാഭ്യാസമില്ല, ഒരു യോഗ്യതയില്ലാത്ത എനിക്ക് ഈ അടുക്കളയ്ക്കകത്ത് എന്റെ അപ്പൻ ഇറങ്ങി എന്നുള്ള ആ ഒരു വലിയ ഫീലിംഗ് ആയിരുന്നു എന്റെ ജീവിതത്തിൽ. ആ സമയം എന്ന് പറയുന്നത് എനിക്ക് അറിയിക്കാൻ പറ്റത്തില്ല. അത് ഞാൻ ആരോടും പറഞ്ഞില്ല. അത് ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവമാക്കിയിട്ട് എന്റെ ഒരു ഡയറിക്കകത്ത് ഞാൻ എഴുതിയിട്ടായിരുന്നു ആ ദിവസം. ഇന്നലെയാണ് എനിക്ക് ആ ഡയറി എനിക്ക് എന്റെ കണ്ണിൽ പെട്ടത്.
അങ്ങനെ ആ അനുഭവം ഞാൻ അവിടെ നിന്ന് ഒന്ന് ഒന്ന് മെല്ലെ എണീക്കാനൊക്കെ തുടങ്ങി. പിന്നെ അന്ന് എന്റെ കർത്താവ് എന്നോട് ഒത്തിരി കാര്യം സംസാരിച്ചായിരുന്നു. എന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങള് ഇങ്ങനെ പറഞ്ഞു. നീ എന്റെ പിന്നാലെ വരാൻ പറഞ്ഞു. എന്റെ പിന്നാലെ നീ വാന്ന് പറഞ്ഞു. ഈ ലോകത്തിൽ ഒരു സുഖമോ സന്തോഷമോ നീ ആഗ്രഹിക്കരുത്. നിന്റെ വഴി വളരെ ബുദ്ധിമുട്ടും ഞെരുക്കവും ഏറിയതാണ്. എന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുകയാണ്. അനേക സ്ഥലങ്ങളിലും അനേക വിദ്യാസമ്പന്നരുടെ മധ്യത്തിൽ ഞാൻ നിന്നെ നിർത്തുമാറാക്കൂ എന്ന് പറഞ്ഞു. നിങ്ങൾ കൂടി കേൾക്കുന്ന വചനം അനേകരുടെ ചെവികളെ തുളച്ച് അവർ യേശുവിൽ വിശ്വസിക്കാൻ ഇടയായി തീരുമെന്ന് പരിശുദ്ധാത്മാവ് ആ നിമിഷം, പരിശുദ്ധാത്മാവെന്ന് എനിക്ക് അപ്പോഴറിയത്തില്ല, ആ കർത്താവിന്റെ ശബ്ദം ഞാൻ കേട്ടു. എന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. ഒന്നും ഓർക്കല്ലെന്ന് പറഞ്ഞു. ലോകത്തിൽ ഒരു സുഖമോ സന്തോഷമോ നീ ആഗ്രഹിക്കും, എല്ലാവരും നിന്നെ പരിഹസിക്കുകയും നിന്ദിക്കുകയും നിന്നെ ചപ്പും ചവർന്നെണ്ണിയാലും ഞാൻ നിന്നോട് കൂടെയാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് എന്റെ കർത്താവ് എന്നോട് പറയുകയുണ്ടായി. അതേ തുടർന്ന് പിന്നെ ഞാൻ ആ പുതിയ നിയമം എടുത്ത് വായിച്ചു. പിന്നെ വീട്ടിലുള്ളവരോടൊക്കെ ഞാൻ ചോദിച്ചു. അവരെനിക്ക് വചനം പറഞ്ഞു തന്നു. പക്ഷെ എനിക്ക് ഏത് സഭയിൽ പോകണം എന്തൊന്നും എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. അവർ ഓർത്തഡോക്സുകാരാണ്. അവർ പോകുമ്പോൾ എന്നെ കൂടെ ഓർത്തഡോക്സ് പള്ളിയിൽ കൊണ്ടുപോകും. അതിനുശേഷം ഞാൻ ഒരു കത്തോലിക്ക പള്ളിയായിട്ട് പോവാൻ തുടങ്ങി. കത്തോലിക്ക പള്ളിയിൽ പോകുമ്പോൾ എനിക്ക് അറിയത്തില്ലല്ലോ, വിഗ്രഹങ്ങൾ ആരാധിക്കാൻ പാടില്ല, അങ്ങനെയൊന്നും എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. എങ്കിൽ എനിക്ക് എന്റെ ദൈവവുമായിട്ടൊരു ബന്ധം ഈ കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ അഭിഷേകം കൊണ്ട് അങ്ങ് നിറയ്ക്കുമായിരുന്നു. അന്ന് എനിക്ക് അറിയത്തില്ല പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് എനിക്ക് അറിയത്തില്ല. ഒരു ദിവസം ഞാൻ അടുക്കള ജോലി ചെയ്തോണ്ട് നിൽക്കുമ്പോഴത്തേക്ക് എന്റെ കർത്താവ് പറയുവാണ്, നീ ചെന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ചെന്ന് ഓടിച്ചെന്ന് ആ കട്ടിലിൽ ചെന്നിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് വേറെ എന്തൊക്കെയോ ഭാഷകൾ എനിക്ക് കിട്ടുക. ആ ഭാഷ എന്തൊക്കെ എന്റെ വായിക്കൂടെ വരിക. പിന്നെ ഞാൻ ആത്മാവിൽ ആരാധിക്കുക, പ്രാർത്ഥിക്കുക. പിന്നീടാണ് ഞാൻ അറിയുന്നത് കർത്താവ് എന്നെ അഭിഷേകം ചെയ്ത കാര്യം. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് ആരൊക്കെ പറഞ്ഞ ഇത് അഭിഷേകമാണ്, ലോകത്തിൽ ആർക്കും കിട്ടാത്ത ഭാഗ്യമാണ് സിസ്റ്ററെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം ജീസസ് കോൾസിൽ പോയിരുന്നു. അപ്പൊ ഞാൻ അഭിഷേകം കൊണ്ട് നിറഞ്ഞപ്പോ അവര് പറയുവാണ്, സൗരിത ആർക്കും ഈ പ്രജ്ഞനുള്ള സാഹചര്യത്തിൽ അഭിഷേകം കിട്ടിയത് കേട്ടിട്ടില്ല, പക്ഷെ നിങ്ങളുടെ സാക്ഷ്യം കേട്ടപ്പോ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. കർത്താവ് യേശു തന്നെയാണ് നിങ്ങളെ അഭിഷേകം പരിശുദ്ധാത്മാവ് അന്യഭാഷയാണ്. കത്തോലിക്ക പള്ളി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ദൈവം എനിക്കൂടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. കാരണം ഞാൻ എൻ്റെ അപ്പനോട് ചേർന്ന് ഒരു അമ്മ കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ ആ കുഞ്ഞകത്ത് എങ്ങനെ ആയിരിക്കും, അതുപോലെയായിരുന്നു ഞാനും എൻ്റെ യേശുവും തമ്മിലുള്ള ബന്ധം. എന്നുവെച്ചാൽ ലോകത്തിൽ എനിക്ക് പിന്നെ ഒന്നും വേണ്ട. അപ്പൊ ഞാൻ അപ്പനോട് പറയാം, അപ്പ എനിക്ക് നടുവേദന മാറണ്ട, എനിക്ക് അസുഖം മാറണ്ട യേശുപ്പ. എനിക്ക് ആ മനസ്സിനകത്ത് ഈ സ്നേഹം അകന്നു പോവുകയാണെങ്കിലോ മാറിപ്പോകുന്നെങ്കിലോ എന്നുള്ളതായ ഒരു ഭയം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ യേശുവിനെ മുറുകെ പിടിക്കുകയും ബൈബിള് വായിക്കും. പിന്നെ ആയപ്പോഴത്തേന് ഞാൻ ബൈബിളൊക്കെ നന്നായിട്ട് വായിക്കാനായിട്ട് തുടങ്ങി. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നപ്പോൾ ഞാൻ വചനം പറയുന്നല്ലോ, എൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ച് യെരൂശലേമിലും യഹൂദ്യയിലും സമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാകുമെന്ന് വചനത്തിൽ പറയുന്നുണ്ടല്ലോ. ആ വചനം ഞാൻ വായിക്കാറുണ്ട്. അപ്പൊ എനിക്ക് എന്റെ യേശുവിനെ മറ്റുള്ളവർക്ക് പറയണമെന്നുള്ള ഒരു ആഗ്രഹം ഇതിനകത്ത് എനിക്കുണ്ടായി തുടങ്ങി. അങ്ങനെ ഞാൻ കത്തോലിക്ക പള്ളിയിൽ പോകുന്ന സമയത്ത് ആദ്യമായിട്ട് നടന്ന ഒരു അത്ഭുതമാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ദൈവം എന്നെ ഉപയോഗിച്ചു. അതിനായിട്ട് ഞാനല്ല ചെയ്തത്, എന്നിൽ വസിക്കുന്ന എന്റെ പരിശുദ്ധാത്മാവാണ് അത് പ്രവർത്തിച്ചത്. മഹത്വം എന്റെ ദൈവത്തിന്. എന്റെ ഒരു വല്യച്ഛന്റെ മോളുടെ മോന് ഫിക്സ് വരുമായിരുന്നു. കുട്ടിക്ക് ഹാർട്ടിനൊക്കെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ജനറൽ ഹോസ്പിറ്റലിലൂടെ സെന്റ് ജോസഫ് സ്കൂളിലാണ് അവൻ പഠിക്കുന്നത്. പലപ്പോഴും ഈ കുട്ടിയെ ആ കൂടെ ഉള്ളവർ തന്നെയാണ് ഫിക്സ് എന്ന് വീഴുമ്പം ഹോസ്പിറ്റലിലേക്ക്, അടുത്തുള്ള ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരു ദിവസം ഞാൻ അറിയാനിടയായി തീർന്നു, അവന് ശ്രീ ചിത്ര ഹോസ്പിറ്റലിലേക്ക് ഇവനെ ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോവുകയാണ്. അവര് പലരോടും പൈസ, മന്ത്രിമാരുടെ ദുരിതാശ്വാസത്തിൽ നിന്നൊക്കെ പൈസയ്ക്ക് അപേക്ഷിക്കുകയും പലരെയും കാണാനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഒരു ദിവസം പരിശുദ്ധാത്മ എന്നോട് പറയുകയാണ്, നീ ആ വീട്ടിൽ പോയി അവന്റെ ശിരസ്സുമേൽ കൈ വെച്ചിട്ട് പറയണം, യേശു നിന്നെ സൗഖ്യമാക്കി എന്ന് പറയണം. അപ്പൊ അതിനു മുമ്പായിട്ട് എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ, നീ അവിടെ മാതാപിതാക്കളോട് ചെന്ന് പറയണം, ഓപ്പറേഷൻ വേണ്ട,
പ്രാർത്ഥിച്ചാൽ മതി, യേശു സൗഖ്യമാക്കും എന്ന് പറയാനായിട്ട് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു കാര്യം ഇങ്ങനെ ചിന്തിക്കുകയാണ്. മോശ ഫറവോന്റെ അടുക്കിലേക്ക് പറഞ്ഞയച്ചതുപോലെ എന്നെ ആ ഭവനത്തിലേക്ക്, അവരുടെ അടുക്കിലേക്ക് അയച്ചത്. അങ്ങനെ പറഞ്ഞപ്പോ അവര് പറഞ്ഞില്ല, എന്റെ ബന്ധുക്കൾ നമ്പർ 1 ക്രിസ്ത്യാനികളാ, വഴുതക്കാടൊക്കെ താമസിക്കുന്നത്, ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല, ഡോക്ടർ പറയുന്നതേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ അവന്റെ പിതാവും പറഞ്ഞു, ആ കുട്ടിയുടെ പിതാവും പറഞ്ഞു, മാതാവ് പറഞ്ഞു, അവൻ ദൈവ സൗഖ്യം കൊടുക്കാൻ, അവൻ യേശുവിന്റെ മോനായി മാറും എന്നൊക്കെ എന്നോട് അപ്പ പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നറിയാമോ? ഞാൻ ഇങ്ങനെ എന്റെ ദൈവം എന്നോട് പറഞ്ഞല്ലോ, അവന്റെ തലയിൽ കൈവയ്ക്കണം, നീ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിൽ എനിക്ക് കാലിൽ ഭയങ്കര വിറയും, എനിക്ക് പേടിയായി. ഞാൻ അവിടെ വന്നിട്ട് ആ ആരാധനയ്ക്കും കാലത്ത് കുർബാനയ്ക്കും കയറി കുർബാനയെല്ലാം സ്വീകരിച്ച് ഞാൻ വീട്ടിൽ പൊക്കളഞ്ഞു, വീട്ടിൽ ഓടിപ്പോയി. താമസിക്കുന്ന ഇപ്പൊ ജോലിക്കുന്ന ആ വീട്ടിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ അവിടെ പോയപ്പോ എന്റെ കാലും കയ്യിലും വിറയ്ക്കുന്ന കണ്ടിട്ട് ആ പ്രിയ എന്ന് പറഞ്ഞല്ലോ, മോൾ എന്റെ അടുത്ത് പറയുകയാണ്, ചേച്ചി എന്ത് ചേച്ചി ഇങ്ങനെ വിറയ്ക്കുന്നത്? ഞാൻ പറഞ്ഞ, പ്രിയ എങ്ങനെയാണ് കർത്താവിനോട് പറഞ്ഞു, ഞാൻ അനുസരിച്ചില്ല, എനിക്ക് പേടിയാവുന്നു, ചേച്ചി ഒരു കാര്യം ചെയ്യും, തിരിച്ചു പോന്ന് പറഞ്ഞു. അവളെ തിരിച്ചു വിട്ടു. ഞാൻ എന്നാ ചെയ്തു, പുതിയ നിയമം കയ്യിലെടുത്ത് ഒരു കുഞ്ഞ് ബോട്ടിനകത്ത് പ്രാർത്ഥിച്ച വെള്ളം എടുത്തുകൊണ്ട്, ആ ബൈബിൾ എന്റെ കയ്യിൽ ഇരിക്കുവാണ്. ഞാൻ നേരെ ബന്ധപ്പെട്ട് ബസ് കയറി ഞാൻ ആ ഭവനത്തിലേക്ക് പോയിട്ട് ഞാൻ അവനെ രഹസ്യമായിട്ട് വിളിച്ച് മുറിക്കകത്ത് കയറ്റിട്ട് അവന്റെ തലയിൽ ഈ ബൈബിള് വെച്ചു. എനിക്ക് പേടിയായി പോയി. അങ്ങനെ ബൈബിള് കൈ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയം ഇതെന്റെ വല്യച്ഛൻ, ഈ കുട്ടിയുടെ ഒരു അമ്മാവൻ, കാരണം എന്റെ വല്യച്ഛന്റെ മോളെ ആങ്ങളെ എന്റെ അടുത്ത് വന്ന് പരിഹസിച്ചു. വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, നീ ആരെങ്ങനെയൊക്കെ സംസാരിക്കാന്, നീ മാലാഖയാണോ എന്ന് ചോദിച്ചു എന്നെ പരിഹസിച്ച് ഒക്കെ അവരങ്ങ് പോയി. എങ്കിലും ഞാൻ ആ പരിഹസിക്കുന്ന സമയത്ത് യേശുവിന്റെ അടുക്ക് മുട്ടുമടക്കിയിട്ട് പറഞ്ഞു, അപ്പൊ നാളെ ഓപ്പറേഷനാണ്, അപ്പനാണല്ലോ എന്നോട് പറഞ്ഞേച്ചെന്ന് പറയാനായിട്ട് ഓപ്പറേഷൻ, പിന്നെ എന്താ ഇങ്ങനെ കാണിച്ച്, എന്റെ അപ്പന്റെ നാമമല്ലേ ദുഷിക്കപ്പെടുന്ന, ഞാൻ പോയി പറഞ്ഞു പോയല്ലോ യേശുപ്പ എന്ന് പറഞ്ഞു. അപ്പം ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ സംസാരിച്ചു, നീ ഞാനാകുന്നു, ഞാൻ കർത്താവിന്റെ വാക്ക് അതുപോലെ സംഭവിക്കും എന്ന് തന്നെയാണ് കർത്താവ് എന്നോട് പറഞ്ഞത്, അതുപോലെ സംഭവിക്കും. പക്ഷെ അവർ ഓപ്പറേഷന് തിയേറ്ററിനകത്ത് കയറ്റും, അവര് മുറിക്കും. പക്ഷെ ഈ മുറിക്കുമെങ്കിലും കത്തി കൊണ്ട് കീറുമെങ്കിലും ഈ പേസ് മേക്കർ അതിനകത്ത് വയ്ക്കാൻ പറ്റത്തില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ദൂതനെ ഇറക്കുകയും അവൻ ആർക്കും പിടിച്ചു നിർത്താൻ പറ്റാത്ത തരത്തില് ഭയങ്കര അത്ഭുതം അതിനകത്ത് നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഈ സമയത്ത് അവിടെ മുട്ടുമടക്കിയിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴത്തെ വൈകുന്നേരമായപ്പോഴത്തേക്ക് നേരത്തെ എന്നെ പരിഹസിച്ച് പോയിട്ട് ആങ്ങളെ തന്നെ എന്നോട് വീണ്ടും വിക്രമൻ എന്നാണ് പുള്ളിയുടെ പേര്. ആ പുള്ളി വന്നിട്ട് പറയുക, നീ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു, ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നില്ല, അവനെ ടേബിളിൽ കിടത്തി ഓപ്പറേഷൻ ചെയ്തു, പേസ് മേക്കർ വയ്ക്കാൻ പറ്റിയില്ല. ആ സമയത്ത് അവൻ ടേബിളിൽ നിന്ന് ഇറങ്ങി ഓടി, ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടായ ഡോക്ടർമാരെല്ലാം കൂടിയിട്ട് പോലും അവനെ പിടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവനെ തുന്നിക്കെട്ടി പിറ്റേ ദിവസം അവനെ വാർഡിലേക്ക് അയക്കും, വീട്ടിലേക്ക് പിറ്റേ ദിവസം വിടുകയും ചെയ്യും. പിന്നീട് ഒരു ദിവസം ചെയ്യാന്ന് പറഞ്ഞ് വിട്ടു. വീണ്ടും പരിശുദ്ധ ആ ഡേറ്റ് വന്ന് വീണ്ടും ദൈവാത്മാനോട് പറയാണ്, അവന്റെ മേൽ കത്തി വയ്ക്കുന്ന ദൈവം അത്ഭുതം പ്രവർത്തിച്ചെന്ന് പറയാൻ പറഞ്ഞു. അവരതൊന്നും വിശ്വസിച്ചില്ല. അവനെ കൊണ്ടുപോയി അവിടെ ചെന്നപ്പം ഡോക്ടർ ടെസ്റ്റ് ചെയ്തപ്പോ യാതൊരു കുഴപ്പമില്ല. അവന് ഇന്നും ജീവിക്കുന്നു, ഇന്നും ജീവനോടെ ഇരിക്കുന്നുണ്ട്. ഇതുപോലെ പല അത്ഭുതങ്ങൾ ദൈവം എന്നെ കൂടി ചെയ്ത ടെസ്റ്റ് മണിയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഇനിയുള്ള ഒത്തിരി അങ്ങോട്ട് ഭയങ്കരമായ അത്ഭുതങ്ങളാണ് പിന്നീടുള്ള ജീവിതത്തിൽ നടന്നത്. അത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്റെ ഇളയ സഹോദരൻ രാമചന്ദ്രൻ എന്നാണ് പേര്. ഞാൻ ഈ ചെയ്യുന്നതും എന്റെ ആ ശാരീരികമായ ബുദ്ധിമുട്ടൊക്കെയും അവന് നന്നായിട്ട് അറിയാം. അവൻ തന്നെയാണ് എന്റെ കൂടെ സഹായിക്കാനൊക്കെ എന്റെ കൂടെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നത്. അവൻ ഒരു ദിവസം എന്നോട് ഓടി വന്ന് പറയണേ, ചേച്ചി ഒരു കാര്യം ചെയ്യും, നേരെ വീട്ടിലോട്ട് പോകാന്ന് പറഞ്ഞു. എന്റെ അനിയത്തിക്ക് 18 വയസ്സ് പ്രായം, കല്യാണം ഒക്കെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. അവള് പൈശാചിക ബന്ധനത്തെ ഭയങ്കരമായി ബഹളം കാണിക്കുന്നു. അവിടെ ഒരു പോറ്റിയെ കൊണ്ടുവന്ന് അവിടെ എത്തിയിട്ടുണ്ട്. എന്നെ നൂല് മേടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ്, ചേച്ചി വാന്ന് പറഞ്ഞു. ഞാൻ അവനോടെ കൂട്ടിക്കൊണ്ട് ഈ പുതിയ നിയമം കൊണ്ട് ഞാൻ അവിടെ പോവുകയാണ്. പോയപ്പോഴത്തേക്ക് പുള്ളി ഒരു ഇലത്തുമ്പ് ഇങ്ങനെ വെട്ടിയിട്ടിട്ട് അതില് സാമ്പ്രാണി, ചന്ദനം, പൂവ്, ഇങ്ങനെ ഭസ്മം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങള് സത്യവളമ കണക്ക് അറ്റത്ത് ഇങ്ങനെ വെച്ചിട്ട് പുള്ളി ചമണമണഞ്ഞ് പലകയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാണ് ഇവിടെ വിളിച്ചു പറ്റിയെന്ന് ചോദിച്ചു. അവിടെ എണീക്കാൻ പറഞ്ഞു. എന്റെ സപ്തം രീതി മാറി, ഞാനിങ്ങനെ സംസാരിക്കുന്ന വ്യക്തിയല്ല.
അങ്ങനെ ആരോട് അങ്ങനെ ദേഷ്യപ്പെടാൻ അങ്ങനെ പോണ ഒരു വ്യക്തിയല്ല അന്നത്തെ കാലത്തൊന്നും. എണീക്കാൻ പറഞ്ഞ അവിടെ നിന്ന്. അപ്പൊ എന്റെ വീട്ടുകാർക്ക് ഭയങ്കരമായ ദേഷ്യം എന്നോടുണ്ട്. അമ്മയുണ്ടായിരുന്നു, അപ്പനെ മൂത്ത ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ദേഷ്യപ്പെട്ട് ഇങ്ങനെയാണ് ഒരാളിനോട് നീ ഇടപെടുന്നതെന്ന് ചോദിച്ചു. ഞാൻ എന്റെ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ എന്റെ ഈ ബൈബിൾ എടുത്ത് എന്റെ അനിയത്തിയുടെ മേൽ കൈ വെച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകാൻ പറഞ്ഞു. അന്ന് ലഘ്യം ബാധിച്ച ആ ഭൂതകൃഷ്ണനെ വിടുവിച്ച വചനം എന്റെ മനസ്സിനകത്ത് ഓർമ്മ വരികയും ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ അനിയത്തിക്ക് അന്ന് തന്നെ പൂർണ്ണമായി വിടുതൽ കിട്ടി. ഇന്ന് അവള് പിന്നെ അതിനുശേഷം വിവാഹം കഴിഞ്ഞ് കുടുംബസ്ഥയായി ഇന്ന് വരെ അവളെ തൊട്ടിട്ടില്ല. അവള് ഭർത്താവൊക്കെ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടെന്ന് അവര് ദൈവഭാഗത്താണ് ആയിരിക്കുന്നത്. അപ്പൊ ആ പൂജാരി തന്നെ വന്ന് എന്നോട് വീട്ടുകാരോട് പറഞ്ഞിട്ട് പോയി, ഈ കുട്ടിയുള്ളപ്പോ എന്തിനാ എന്നെ വിളിച്ചത്? നിങ്ങൾ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം എന്റെ അമ്മ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഭയങ്കരമായ ഒച്ചപ്പാട് ബഹളം വെച്ച് അവരൊക്കെ ഈ വീട്ടിൽ വീട്ടിലെ വിഗ്രഹങ്ങൾക്ക് വെച്ച് കൊടുക്കുക, മരിച്ചവർക്കൊക്കെ വെച്ച് കൊടുക്കുകയും എന്തെങ്കിലും ആഹാരം ചായ എന്തെങ്കിലും ഉണ്ടാക്കി ആദ്യം ഒരു ഗ്ലാസ് മാറ്റി വെക്കും. ദൈവങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതിന് ശേഷം ഞങ്ങൾക്ക് പോലും തരത്തുള്ളൂ. അങ്ങനെയൊക്കെ ആയിരുന്ന സമയത്ത് എന്റെ അമ്മ ഭയങ്കരമായ ബഹളം. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ബൈബിൾ എടുത്തുകൊണ്ട് എന്റെ അമ്മ കിടന്ന റൂമിലേക്ക് ഞാൻ കടന്നു ചെന്നിട്ട് ഞാൻ ബൈബിള് തല വെച്ചതും എന്റെ അമ്മ കിടന്ന് പറയുന്ന താഴെ നിന്ന് മണി അടിച്ചതും തൊട്ട് അമ്പലം ഉണ്ടല്ലോ, മണി അടിച്ച് എന്നെ ഇങ്ങോട്ട് വിട്ടതാണ്. ഞാൻ പോകത്തില്ല എന്ന് ഞാൻ പറഞ്ഞു, പോയേ യേശുവിന്റെ നാമത്തിൽ പോയേ പറ്റത്തുള്ളൂ. അങ്ങനെ എന്റെ വീട്ടിൽ തന്നെയാണ് ആദ്യത്തെ അത്ഭുതങ്ങൾ നടന്നത്, എന്റെ കുടുംബത്തിനകത്ത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞു ഞാൻ വീട്ടിൽ പോയി. അവിടെ പോയി പിന്നെ വീണ്ടും പല രോഗങ്ങൾ എന്നെ കാത്തിരുന്നു. ഇതെല്ലാം പിന്നെ ഇപ്പൊ ഞാൻ വിചാരിക്കും ഇതെല്ലാം വന്നതിൽ വളരെയേറെ സന്തോഷം. പലരും ചോദിച്ചു എന്നോട്, നിനക്ക് എന്ത് ഇങ്ങനെ സംഭവിച്ചത്, ഇങ്ങനെ രോഗങ്ങൾ മാറി മാറി രോഗങ്ങൾ വരുന്നത്? അപ്പൊ ഇന്ന് ഞാൻ അവരോട് പറയുന്ന കാര്യമാണ്, ഞാൻ ഈ വേദനയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോയില്ല എങ്കിൽ നിങ്ങളുടെയൊക്കെ വേദന ഞാൻ എങ്ങനെ അറിയുമായിരുന്നു? അത് എന്റെ വേദന സ്വന്തമായിട്ട് രുചിച്ചറിഞ്ഞത് കൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും വേദന എനിക്ക് അറിയാൻ പറ്റും. അങ്ങനെ വീണ്ടും എനിക്ക് യൂട്രസിൽ പ്രശ്നമായി, ഭയങ്കരമായ മുഴ വന്നു. ഡോക്ടർ ഇപ്പം ഓപ്പറേഷനൊക്കെ ഡേറ്റ് ഒക്കെ എടുത്തു, എന്നെ ടേബിളിൽ കിടത്തിയപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കും. അപ്പോഴേ ഡോക്ടർ പറഞ്ഞു യൂട്രസ് 24 വയസ്സ് വിളിച്ചത് 1994 എന്റെ ഓപ്പറേഷൻ ചെയ്ത് ഒക്ടോബർ മാസം 2-ാം തീയതി. അങ്ങനെ ഓപ്പറേഷനായിട്ട് കിടക്കുന്ന സമയത്ത് ഞാൻ ദൈവത്തിന് ഉള്ളുകൊണ്ട് കൊണ്ട് പറയാൻ പറ്റത്തില്ല, ഞാൻ ഉള്ളുകൊണ്ട് എന്റെ ദൈവത്തിന് മഹത്വം കൊണ്ട് അപ്പന്റെ കൂടെ ഇരിക്കണമേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പനെ ക്ഷണിച്ചിട്ട് ആ സമയത്ത് ഡോക്ടർമാർ കീറിട്ട് പറയുകയുണ്ടായി, കുട്ടീനെ 6 മാസം മാത്രമേ ജീവിക്കത്തുള്ളൂ, ഇത് ക്യാൻസർ ആണെന്ന് ഡോക്ടർമാർ പറയുകയുണ്ടായി. ഒരു 24 വയസ്സ് മാത്രമേ എനിക്ക് പ്രായം അന്നുണ്ടായിരുന്നുള്ളൂ. ഒരു വിധത്തിലും 10, 45, 50 വയസ്സായ ആൾക്കാരെ പോലും ബ്ലീഡിംഗ് ആയിട്ട് വന്നിട്ട് യൂട്രസ് എടുത്ത് മാറ്റിയില്ല. അപ്പൊ എന്റെ അവസ്ഥ അത്രത്തോളം ഗുരുതരമായിരുന്നു. കാരണം എനിക്ക് കാൽ നീട്ടി കിടക്കാനൊക്കെ ഉള്ള വലിയ ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ നിൽക്കുന്ന വീട്ടുകാർ തന്നെയാണ്, അമ്മയാണ്, ആനിക്കോര എന്ന അമ്മയുടെ പേര്, ടീച്ചറുടെ പേര് ആനിക്കോര എന്നാണ്. അവർ തന്നെയാണ് എന്നെ ഈ ഹോസ്പിറ്റലിലെല്ലാം കൊണ്ട് നടക്കുന്നത്. അവരാ ഇവിടെ പോലും എന്റെ കൂടെ വരും. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത സമയത്തും SIT ഹോസ്പിറ്റലിൽ വന്നിട്ട് എന്റെ കൂടെ എനിക്ക് ഇഷ്ടമുള്ള ആഹാരം മേടിച്ച് അവർ അമ്മയോടും കൂടെ വന്നിട്ട് എന്റെ കൂടെ ഇന്ന് കഴിക്കുമായിരുന്നു. ദൈവം എനിക്ക് വേണ്ടി കരുതിയതായിരുന്നു എന്നെ സംരക്ഷിക്കുവാനായിട്ട്. ആ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് എനിക്ക് ഈ രോഗങ്ങളൊക്കെ വന്നത്. എന്നെ കരുതുവാനും സംരക്ഷിക്കാൻ ഒരു കുടുംബത്തെ ദൈവം മുന്നമേ കണ്ടിരുന്നു. അങ്ങനെ ആ സമയത്ത് പിന്നെ എനിക്ക് അവര് പറഞ്ഞു, വീട്ടുകാരോട് ചോദിക്കട്ടെ, അതെല്ലാം ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന യൂട്രസ് വേണം, അല്ലെ കുട്ടിയുടെ ജീവനാണ് ആവശ്യം, ചോദിക്കട്ടെന്ന് പറയുന്നത് മാത്രം ഞാൻ കണ്ട്. ആ സമയത്തുള്ളും എന്റെ കർത്താവ് നാമം മഹത്വപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് ഈ മയക്കമായിരുന്നു. അതിനുശേഷമാണ് എന്റെ ഈ അമ്മാമ എന്നോട് പറഞ്ഞ, നീ ഒരിക്കലും വിഷമിക്കരുത്, നിനക്ക് ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്റെ നേരത്തെ പറഞ്ഞ വിക്രം എന്ന് പറഞ്ഞ ആങ്ങളെ ഉണ്ടായിരുന്നു, ഇവരെല്ലാം ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ നിനക്കുണ്ട്, ഇതുപോലെ നീ 6 മാസമേ ജീവിച്ചിരിക്കത്തുള്ളൂ എന്നാ ഡോക്ടർ പറഞ്ഞു. അന്ന് യൂട്രസ് ഒക്കെ എടുത്ത് മാറ്റി, അതുകൊണ്ട് നീ ഭാരപ്പെടാന്ന് പറഞ്ഞു. എനിക്ക് ഒരു ഭാരവും ഇല്ലായിരുന്നു. കാരണം എന്റെ ഉള്ളിനകത്ത് എന്റെ കർത്താവുമായിട്ടുള്ള സ്നേഹമാണ്. എല്ലാം നഷ്ടവും കഷ്ടവും സഹിക്കാനായിട്ട് എന്റെ മനസ്സ് തയ്യാറെടുത്ത് കഴിഞ്ഞു. കാരണം എന്റെ യേശുപ്പൻ എനിക്ക് പിരിഞ്ഞൊരു ജീവിതം വേണ്ട എന്ന് തന്നെ തീരുമാനിച്ചതാണ്. അല്ലെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോ എനിക്ക് ഇത് മാറ്റാമെന്ന് പറയുന്നില്ല. ഞാൻ എന്റെ ഒരു രോഗത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. അതങ്ങനെ ആയിരിക്കുന്ന 4 മാസം അവർക്ക് എനിക്ക് ആട്ട സൂപ്പൊക്കെ തന്നു, ആ വീട്ടുകാരന്റെ വസ്ത്രം അലക്കി തന്നു, എല്ലാം ചെയ്തു തന്നു.
അവിടെ നിന്ന് ഒരു ചേച്ചി നല്ല പ്രാർത്ഥിക്കും, ജെസ്സി എന്താണ് പേര്. ആ ചേച്ചി എനിക്ക് വേണ്ടി നല്ല പ്രാർത്ഥിക്കും, എനിക്ക് വേണ്ട ആഹാരങ്ങളെല്ലാം ഉണ്ടാക്കി തരും. വല്യമ്മച്ചിയുണ്ട്, എല്ലാവരുടെ സ്നേഹ വലയമാണ് ആ വീട്ടിനകത്ത് ആ സമയത്ത്. ഇതിനിടയ്ക്ക് 94 ഒക്ടോബർ മാസം ഒക്ടോബർ മാസം 2 ഓപ്പറേഷൻ 5-ാം തീയതി എന്റെ അപ്പൻ അറ്റാക്കായിട്ട് മരിച്ചു. ഒരു മാസം കഴിഞ്ഞാണ് ഞാൻ എന്റെ അപ്പന്റെ മരണ വാർത്ത അറിയുന്നത്. കാരണം വലിയൊരു സർജറി ഒക്കെ ആയതുകൊണ്ട് ഡോക്ടർ അറിയിക്കണ്ടെന്ന് പറഞ്ഞത് കാരണമാണ് അറിയിക്കാതിരുന്നത്. അങ്ങനെ 4-ാമത്തെ മാസമാണ് എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോയത്. അപ്പൊ എല്ലാവരും വിചാരിച്ചു ഞാൻ കരയുമെന്നൊക്കെ വിചാരിച്ചിട്ട് അയലൊക്കെക്കാരെല്ലാം എന്നെ കാണാനായിട്ട് അവിടെ വന്നു. അപ്പന്റെ കല്ലറയാണ് ഞാൻ കണ്ടത്. ജീവനോടെ കണ്ട എന്റെ അപ്പനെ പിന്നെ ഞാൻ കല്ലറയെ കാണാൻ പറ്റുള്ളൂ എനിക്ക്. അങ്ങനെ ഞാൻ കരഞ്ഞില്ല. ഞാൻ കരഞ്ഞില്ല. അപ്പൊ മരിച്ചിട്ട് ഉയർന്നേറ്റ അപ്പനാ. ഇന്ന് ജീവിക്കുന്ന ദൈവമാ. അന്ത്യത്തോളം കൂടെ ഉണ്ടായിരുന്ന ദൈവമാ. ഈ ലോകത്തിലെ ബന്ധങ്ങളെല്ലാം മാറിപ്പോവും. പക്ഷെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ മക്കൾ ദൈവം ഒരിക്കലും കൈവിടത്തില്ല. അങ്ങനെ ആ വീട്ടിലേക്ക് തന്നെ ഞാൻ മടങ്ങി. അവരെന്നെ കൂട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞ കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഫിക്സും മാനസിക രോഗമൊക്കെ വന്നു. കാരണം ആ വീട്ടിലെ മോളുടെ അസുഖം ഞാൻ യേശുവിനോട് പറഞ്ഞപ്പ സ്വന്തം ജീവനെ കൊടുക്കുന്നതിനേക്കാൾ മറ്റുള്ള സ്നേഹം ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ യേശുവിനോട് പറയുണ്ടായി, അപ്പ ആ കുഞ്ഞിന് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. എനിക്ക് എന്റെ ദൈവത്തിൽ പ്രത്യാശ ഉണ്ടല്ലോ, എന്റെ അപ്പൻ എന്റെ കൂടെ ഉണ്ടല്ലോ. ആ കുട്ടിയുടെ അസുഖം ഞാൻ സഹിച്ചാൽ മതിയെങ്കിൽ ഞാൻ സഹിച്ചോളാം. അങ്ങനെ ക്രമേണ എന്റെ സ്വഭാവത്തിനൊക്കെ വ്യത്യാസം വന്നു തുടങ്ങി. കാരണം എനിക്ക് എന്റെ ഓർമ്മശക്തി നഷ്ടപ്പെടുന്നു. പിന്നെ എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ പൈപ്പ് തുറന്നിട്ട് വെള്ളം തലകൂടെ ഒഴിക്കുന്നു. എനിക്ക് നല്ല മുടിയുണ്ടായിരുന്നു, അതെല്ലാം ഞാൻ കണ്ടിച്ചു കളയുന്നു, അട്ടഹസിക്കുന്നു, ചിരിക്കുന്നു, ഇറങ്ങി ഓടുന്നു. ഇങ്ങനെയുള്ള ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ വന്നു. ആ വീട്ടുകാർ അപ്പോഴത്തേന് ആ കുട്ടിക്ക് നോർമലായിട്ട് പിന്നെ അവള് പഠിക്കാനൊക്കെ പോയി. പിന്നെ ഒരു തിരുവല്ലയിൽ ഒരു കോളേജ് സ്കൂളിൽ ജോലിക്കൊക്കെ കയറി. അങ്ങനെ ഭയങ്കരമായ ഒരു അത്ഭുതം നടന്നു. അങ്ങനെ എന്ന് വെച്ചാൽ എനിക്ക് വന്നാൽ തീർച്ചയായിട്ടും എന്റെ യേശുപ്പം മാറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പൊ അങ്ങനെ ആ അസുഖം ഞാൻ ഏറ്റെടുത്തു. എന്നെ പല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവസാനം മെഡിക്കൽ കോളേജിലോട്ട് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ കെ രാജുവിന്റെ അടുത്തിലേക്ക് എന്നെ കൊണ്ടുപോയി. ആ ഡോക്ടർ അതിന്റെ ഇടയ്ക്ക് പേർക്കട മെന്റൽ ഹോസ്പിറ്റൽ, ഇങ്ങനെ പല മെന്റൽ ഹോസ്പിറ്റലൊക്കെ സൈക്കാട്രിസ്റ്റിനെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ട് അവർക്കൊന്നും പറ്റാത്ത കൊണ്ടുള്ള അവസാനം ആരോ പറഞ്ഞു, എന്നെ കെ രാജു എന്ന് പറയും, പ്രൊഫസറായിരുന്നു. ആ ഡോക്ടർ എന്നെ ട്രീറ്റ്മെന്റ് ചെയ്തു, എനിക്ക് മരുന്ന് തന്നു. എന്റെ വീട്ടുകാരോട് പറയുണ്ടായി, കുട്ടിയോരോടും തനിയെ വിടരുത്, മരുന്ന് മാറ്റരുത്, മരുന്ന് മുടങ്ങരുത്, കല്യാണം കഴിച്ച് കൊടുക്കല്ലെന്നൊക്കെ ആ ഡോക്ടർ പറഞ്ഞു. അവിടുന്ന് ഈ ഡോക്ടർ തന്നെ എന്റെ ഞരമ്പിന് തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്ലപ്സിയിലേക്ക് ശ്രീ ചിത്ര ആസ്പത്രിയിലേക്ക് എന്നെ റെഫർ ചെയ്തു. അവിടെ അഡ്മിറ്റ് EG ഒക്കെ എടുത്ത് പല ടെസ്റ്റുകൾ ചെയ്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം അതിനെ കഴിഞ്ഞ് അവിടുത്തെ മെഡിസിനൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് കൂടുതലും വന്നെന്ന് പറഞ്ഞാല് ഡിപ്രഷൻ കൊണ്ടുണ്ടായതായ പ്രശ്നമാണ് ഇതൊക്കെ. അങ്ങനെ അവിടെ ഒരു അന്ന മേരി അലസാണ്ടർ എന്ന് പറഞ്ഞൊരു ഒരു മേഡം, ആ മേഡം എന്നെ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു ശാന്തമായ ഒരു റൂമും അത് വിളിച്ച് എനിക്ക് ചെയ്യാനുള്ള എക്സസൈസ് ഒക്കെ എനിക്ക് പറഞ്ഞു തന്നു. ആ എക്സസൈസ് എന്ന് ചെയ്യാൻ പറഞ്ഞു. പിന്നെ മെഡിസിനും മുടങ്ങാതെ കഴിക്കണം എന്ന് പറഞ്ഞു. എന്റെ വീട്ടുകാരോട് മടക്കി വിട്ടു. ആ സമയത്ത് എന്റെ ഇളയ സഹോദരൻ പറഞ്ഞു, ചേച്ചി ഇനി ഇത്ര നാള് അവർക്ക് ഉറക്കളച്ച് എന്നെ നോക്കുന്നത്, അമ്മാമ്മയും സാറും എന്നെ ഉറക്കളച്ച് നോക്കും, അവർക്ക് ഉറക്കമില്ല, ഭയങ്കരമായ വിഷയമായിരുന്നു. അപ്പൊ പറഞ്ഞു, നീ എന്തായാലും നീ ഇവിടെ നിൽക്കണ്ട, നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകാൻ എന്റെ കുടുംബ വീട്ടിലോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്ന് അവിടെ എന്റെ മൂത്താങ്ങളെയും ഭാര്യ 2 കുഞ്ഞുങ്ങളുണ്ട്. എന്റെ അമ്മയായിരുന്നു കുഞ്ഞുങ്ങൾ. എന്റെ അപ്പം മരിച്ചു പോയില്ല. എന്റെ ഇളയ സഹോദരനുണ്ടായിരുന്നു. ആ സഹോദരൻ എനിക്ക് വേണ്ടി ഒത്തിരി കരഞ്ഞു. എന്റെ വേദന എന്ന് വെച്ചാൽ ഒരു അമ്മയുടെ സ്ഥാനത്ത് ഒരു ബഹുമാനം തന്ന സ്നേഹിക്കുന്ന ഇളയ സഹോദരൻ, അവന് മാത്രം എന്റെ ഈ കാര്യങ്ങളെല്ലാം, മറ്റുള്ള സഹോദരങ്ങൾക്ക് ഈ കടന്നുപോയ ഘട്ടങ്ങളൊന്നും അവർക്ക് അറിയാൻ പാടില്ല. അത്രയ്ക്ക് അവൻ കരഞ്ഞു. എന്നെ ഓർത്ത് അവൻ പൊട്ടിക്കരയുമായിരുന്നു ദിവസങ്ങളോളം. എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞാൻ ഇറങ്ങി ഓടുമായിരുന്നു. അടുത്ത വീട്ടുകാരെല്ലാം കൂടെ പിടിച്ച് വീണ്ടും എന്നെ നോക്കിയ കെ രാജു എന്ന് പറഞ്ഞ ഡോക്ടറിന്റെ ഉളമ്പാറ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ ആഴ്ചയിൽ 3 ദിവസം അവിടെ ഉണ്ടായിരുന്നു. എന്നെ അവിടെ വിളിച്ച് ചോദിച്ചാണ് കൊണ്ടുപോയി എന്നെ ഇഞ്ചക്ഷൻ വെച്ച് വീട്ടിൽ കൊണ്ടിടും. ഇഞ്ചക്ഷൻ വെച്ചാലും ഉറക്കമില്ല, ഒരു മയക്കം മാത്രമാണ്. ശരിക്കും പറയാമെങ്കിൽ ദേവദാസനെ എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ മാരക രോഗം എന്ന് പറയുന്നത് ഈ മെന്റലാണ്. നമ്മൾ പലപ്പോഴും തമാശയ്ക്ക് അവർക്ക് പറയും, അവർക്ക് ഭ്രാന്താണ്, തലയ്ക്ക് സുഖല എന്നൊക്കെ പറയും. നമ്മൾ പറയാൻ പാടില്ലാത്ത വാക്ക. അതെന്റെ ജീവിതത്തിലെ അനുഭവം കൊണ്ട് ഞാൻ പറയുവാണ്.
ഒരിക്കലും പറയാൻ പാടില്ല. ഞങ്ങളുടെ വായിക്കാത്ത ഒരു നാമം ഉപയോഗിക്കാൻ പാടില്ല. കാരണം നമ്മുടെ നിയന്ത്രണം കംപ്ലീറ്റ് പോവുകയാണ്. നാം ഒരു വ്യക്തിയാണ്, ഒരു മനുഷ്യനാണെന്ന് അറിയത്തില്ല, തുണി ഉടുക്കാൻ അറിയത്തില്ല, ആഹാരം കഴിക്കാൻ അറിയത്തില്ല, കുളിക്കത്തില്ല, നനയ്ക്കത്തില്ല. ഇങ്ങനെ ഒരു അനുഭവമായിരുന്നു എൻ്റെ ജീവിതം. കാണുന്നവർക്കും വേദന. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടുകാരെല്ലാം, ഒരു ദിവസം എനിക്ക് നല്ല ഓർമ്മയുണ്ടായി. നല്ല ഓർമ്മ വന്ന സമയത്ത് ഞാൻ പുറത്ത് പറഞ്ഞില്ല അത്. ഞാൻ പറഞ്ഞ, നിങ്ങൾ എനിക്ക് എക്സസൈസ് ചെയ്യാനായിട്ട് മുറിക്കകത്ത് കയറി നിങ്ങൾക്ക് ടി വിയിൽ ഓഫ് ചെയ്യാൻ പറഞ്ഞു. അവരെല്ലാം ടി വി ഓഫ് ചെയ്തു. കന്ന ദൈവാലയത്തിൽ പോയി ചുണ്ടനക്കി കരഞ്ഞതുപോലെ, വിതുമ്പി സങ്കടങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ ദൈവത്തോട് സംസാരിക്കും. കാരണം ഞാൻ എൻ്റെ ദൈവത്തോട് പറയും, ഇതുവരെ ഞാൻ രഹസ്യമായിട്ടാ, കാരണം പരസ്യപ്പെടുത്തില്ല. എൻ്റെ കർത്താവ് എവിടെ കടന്നു പോകാൻ പറയുന്നു അവിടെ കടന്നു പോകും. ഇന്ന ആൾക്ക് വേണ്ടി നീ സുവിശേഷം പറയണമെന്ന് പറയും, അവിടെ എന്നെ അയക്കും. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ പരസ്യമായിട്ടുള്ള ശുശ്രൂഷയ്ക്ക് ഞാൻ എന്നെ തന്നെ കൊടുത്തില്ല, കാരണം എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഒരു തീരുമാനമെടുത്ത് മുട്ടുമേ നിന്നിട്ട് ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞു, അപ്പ എനിക്ക് ഈ രോഗങ്ങളെല്ലാം വന്നതിനോട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നേതാ അപ്പന് വേണ്ടി സമർപ്പിക്കപ്പെടുകയാണ്. അങ്ങനെ പരസ്യമായ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ തന്നെ സമർപ്പിച്ചപ്പോൾ എൻ്റെ സകല രോഗവും മാറി, മെന്റല് മാറി, ലെപ്സി മാറി, എന്റെ എല്ലാ അസുഖങ്ങളും മാറ്റിത്തന്നു എൻ്റെ അപ്പൻ. ഞാൻ ഒരിക്കൽ പോലും പറയുവാ, ഞാൻ ശരിക്കും പറയുവാണ്, ഒരിക്കൽ പോലും എന്റെ രോഗം മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചില്ല. കാരണം എൻ്റെ യേശുവിന്റെ സ്നേഹം എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ? ഞാൻ കഷ്ടതയിൽ എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. അങ്ങനെ ആ ദൈവം എന്റെ സമീപസ്ഥനായിട്ട് ഹൃദയം നുറുങ്ങിയ എന്റെ കൂടെ വന്ന് എനിക്ക് ആശ്വാസം തരും, എനിക്ക് സമാധാനം തരുന്ന എൻ്റെ അപ്പൻ എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്കൊരു ഭാരമായിട്ട് തോന്നിയില്ല. ഇത്രയും രോഗം വന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. കാരണം ഇത് ദൈവനാമം മഹത്വത്തിനാ. ഇതെനിക്ക് അനേകരുടെ മധ്യത്തിൽ സാക്ഷ്യം പറയാനും, എന്റെ സാക്ഷ്യം കേൾക്കുന്ന അനേകര് തിരിച്ച് എന്നോട് ക്വസ്റ്റ്യൻ ചെയ്യത്തില്ല, അനേകര് വിശ്വസിപ്പാനും ഇടയായി തീർന്നു ഇന്നത്തെ കാലത്തിൽ. അങ്ങനെ ഞാൻ പരസ്യമായിട്ട് സമർപ്പിച്ചു. അങ്ങനെ എൻ്റെ ഒരു മൂത്ത ചേച്ചിയുടെ മോള് ചർച്ചിൽ പോയി. ആ മൂത്ത ചേച്ചിയും കുടുംബമൊക്കെ CSI പള്ളിയിൽ പോയി തുടങ്ങി. കുറെ മാറ്റങ്ങളൊക്കെ എൻ്റെ ചേച്ചിമാരുടെ ഭാഗത്തൊക്കെ ഉണ്ടായി. അവർ പള്ളിയിൽ പോകാനൊക്കെ തുടങ്ങി. എൻ്റെ ഒരു മൂന്നാമത്തെ ചേച്ചി തങ്കമണി, അവരും വിശ്വാസ ജീവിതത്തിലേക്ക്, അവരും കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു. അങ്ങനെ ഈ ചേച്ചിയുടെ മോൾ ഒരു CSI പള്ളിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു, കുഞ്ഞമ്മ ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ ചർച്ചിൽ പോകാൻ, ഞങ്ങൾ എല്ലാവരും കൂടെ കുഞ്ഞമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവളാണ് എന്നെ കൈപിടിച്ച് ആ ചർച്ചിലേക്ക് കൊണ്ടുപോവുകയും അവിടെയുള്ള പല വീടുകളിലെല്ലാം കൊണ്ട് തന്നെ പ്രാർത്ഥിപ്പിക്കുകയും അവർക്ക് വചനം പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയൊക്കെ അവൾ എന്നെ പരിശീലിപ്പിച്ചെടുത്തു. അതിനേക്കാൾ ഉപരിയായിട്ട് പരിശുദ്ധാത്മാവ് എന്നോട് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ചർച്ചിൽ കൊണ്ടുപോയി അവരെനിക്ക് മധ്യസ്ഥ പ്രാർത്ഥന തരും. മധ്യസ്ഥ പ്രാർത്ഥന എനിക്കറിയത്തില്ല, ഞാൻ പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന എനിക്കറിയാൻ പാടില്ല. അന്നാണ് ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന പറയുന്ന വാക്കുകൾ കേൾക്കുന്നത്. തരികയും ബൈബിള് സൺഡേ ആരാധനയിൽ ബൈബിള് വായിക്കാനൊക്കെ എനിക്ക് ചെയ്യും. അങ്ങനെയായിരുന്നു. പിന്നെ ആ ദേവദാസൻ ഒരു സുവിശേഷകനായിരുന്നു. ആ സുവിശേഷകൻ എന്നെ ശക്തമായിട്ട് എന്നെ ഉപയോഗിച്ചു, എന്നെ പ്രോത്സാഹിപ്പിച്ചു. പിന്നെ അവിടെ നിന്ന് ഞാൻ ദൈവനെ ആത്മീയമായിട്ട് വളർന്നു. ഞാൻ മെഡിക്കൽ ഹോസ്പിറ്റൽ മിനിസ്ട്രിയിൽ തുടങ്ങി. ഞാൻ തന്നെയാണ് തനിയെ പോയി, കർത്താവ് പറയും ഇന്ന വെട്ടിപ്പോകാൻ പറയും, നീ ഇന്നടുത്ത് പോയിട്ട് ഇന്ന വെട്ടിപ്പോകാൻ പറയും. അപ്പൊ ഞാൻ അതിന് മുമ്പായിട്ട് ഒരു കാര്യം ചെയ്യാറുണ്ട്. അന്നൊക്കെ ദാരിദ്ര്യം പിടിച്ച കാലഘട്ടങ്ങളായിരുന്നു. ഈ മാസങ്ങളോളം ഹോസ്പിറ്റലിൽ കഴിയുന്ന രോഗികളുണ്ടാവും, കൂടെ വയസ്സാണ്ടുണ്ടാവും. അപ്പൊ അവർക്ക് നിവർത്തില്ല, ഞാൻ എങ്ങനെയാ തനിയെ പോകുന്നതെന്ന് ഞാൻ വിചാരിച്ചിട്ട് ചില വീടുകളിലൊക്കെ ഞാൻ പിച്ചെടുക്കുന്ന ആൾക്ക് ഞാൻ പോയി, എനിക്ക് ഇങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന, നിങ്ങൾ എന്തെങ്കിലും സഹായിക്കുന്ന പല വീടുകളിൽ ഞാൻ ഇറങ്ങി, ചിലപ്പോൾ 5 രൂപ തരുന്നവരുണ്ട്, 50 പൈസ തരുന്നവരുണ്ട്. ഇതെല്ലാം ശേഖരിച്ച് വസ്ത്രവും സാരിയൊക്കെ ഞാൻ ശേഖരിച്ചിട്ട് ഞാൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവിടെ പോയിട്ട് ആരും നോക്കാനില്ലാതെ കിടക്കുന്നിടത്ത് ചായ പോലും മേടിക്കാനായിട്ട് കഴിയാത്ത ആൾക്കാരുടെ അടുത്ത് ഞാൻ പോയിട്ട് ഈ പൈസ ഉപയോഗിച്ച് ഞാൻ അവിടെ ചായ സ്നാക്സ് ഒക്കെ വാങ്ങി കൊടുക്കും. എന്നിട്ട് എന്റെ കർത്താവ് ഞാൻ ചപ്പ എന്നെ ഈ ബെഡിൽ എന്നെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ അവരൊന്നും എന്നോടൊന്നും ഇങ്ങോട്ട് സംസാരിക്കുന്നില്ലല്ലോ, ഞാൻ എന്താ അവരോട് പറയാ? മാറിയിരുന്ന് ഞാനങ്ങ് കരയും കേട്ടോ. അന്ന് മാറിയിരുന്ന് കരയും, ഒറ്റയ്ക്ക് ഞാൻ ഏതെങ്കിലും വിദ്യച്ച് കരയും. എനിക്ക് അറിയത്ത് പോലുമില്ല, ഇങ്ങനെ ശുശ്രൂഷ മുമ്പ് കാലം ഞാൻ കണ്ടിട്ടില്ല, ചെയ്തിട്ടില്ല. അങ്ങനെ അപ്പൊ ഒരു ബെഡിന് നീ അവിടെ ഇരിക്കാൻ പറഞ്ഞു, ആ ബെഡിന്റെ അരികെ എത്തിരിക്കാൻ പറഞ്ഞു. ഞാൻ ഇരുന്നു. അപ്പൊ ഒരു മനുഷ്യൻ ശരീരം മുഴുവനും പൊള്ളലേറ്റു, അദ്ദേഹത്തിന്റെ ഭാര്യ അരികത്തുണ്ട്. ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാ സംഭവിച്ചത്? അപ്പൊ വിളക്ക് കത്തിച്ച് മേളിൽ വെച്ചിരുന്നു. അങ്ങനെ തട്ടി താഴെ പുള്ളി ഉറങ്ങുന്ന സമയത്ത് പുറത്തോട് ശരീരം പുള്ളിക്കും പല മാസങ്ങളായിട്ട് ആ
കിടക്കുകയാണ്. അവർക്ക് 3 മക്കളുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കാനോ ഒന്നിനും പറ്റുന്നില്ല. ആ സമയത്ത് അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും. ഞാൻ അങ്ങോട്ട് കുറെ ദൂത് പറഞ്ഞു അവരോട്, പരിശുദ്ധാത്മാ പറയാൻ പറഞ്ഞു, ഇവർ വീട്ടിൽ പോയി ആത്മഹത്യ ചെയ്യാനായിട്ട് ഇരിക്കുക. അപ്പൊ അവരപ്പോ സഹോദരൻ, നിങ്ങൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത്, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, ആരും ഇല്ലാന്ന് ഓർത്ത് വിഷമിക്കേണ്ട, യേശു സൗഖ്യമാക്കുന്നു. അങ്ങനെ ആ സഹോദരി ഇങ്ങോട്ട് പറയുക, സഹോദരി ഞാൻ ഒന്ന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി എന്റെ വീട്ടിൽ പോകാൻ, എന്റെ മക്കളെയും ഒന്ന് ഞാനും മരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയായിരുന്നു. കാരണം എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അത്രയ്ക്കുള്ള ബുദ്ധിമുട്ടും ദാരിദ്ര്യവും, എന്റെ കയ്യിൽ ഒരു പൈസ ഇല്ല എന്നൊക്കെ സങ്കടം. ഞാൻ നിങ്ങൾ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവരെ കണ്ടിട്ടില്ല. പിന്നെ ഇതുപോലെ പല ആക്സിഡന്റില് തലക്കടിച്ച് ഇങ്ങനെ കിടക്കുന്ന ആൾക്കാരുടെ അടുക്കിലേക്ക് ഞാൻ പോകുമ്പോഴത്തേക്ക് എല്ലാ വ്യാഴാഴ്ച ദിവസം ഞാൻ പോകുമായിരുന്നു. പോകുന്ന സമയത്ത് അവർ സംസാരിക്കൊന്നും ചെയ്തില്ല. ഞാൻ അവരുടെ അടുക്കൽ ചെന്നിരുന്നിട്ട് നമ്മൾ സ്തോത്രം പറയും, ജീസസ് എന്ന് പറയാൻ പറയും. എന്നിട്ട് ഈ ഹല്ലേലൂയ എന്ന് പറയും. ഈ പറയുന്നതെല്ലാം അവർ പറയും. ഇത് പലർക്കും ഭയങ്കര അത്ഭുതമായി തീർന്നു ഹോസ്പിറ്റലിൽ. ഇങ്ങനെ എല്ലാം വീഴ്ച ചെയ്യുമ്പോൾ എല്ലാവരും എന്നെ കാത്തിരിക്കുമായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും ആ ശുശ്രൂഷ ഞാൻ നിർത്തി. അത് കഴിഞ്ഞിട്ട് വേറെ അടുത്ത ഘട്ടത്തിലേക്ക് പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടുപോയി. ഈ പോകുന്ന സമയത്തും എന്റെ ചുറ്റുപാട് ഭയങ്കര ദയനീയമായ വേദനജനകമാണ്. എന്റെ വീട്ടില് ഞാൻ പരസ്യമായിട്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട് തുടങ്ങി. വീട്ടിലുള്ള എല്ലാവരും ശത്രുക്കളായി മാറി. ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അമ്മ പറഞ്ഞ് ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു ഇവിടെ നിന്ന്. സഹോദരങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന ഇഷ്ടമില്ല. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ സുവിശേഷം പറയുന്നത് ഇഷ്ടമല്ല. എന്റെ ദേശത്ത് ഞാൻ ഇറങ്ങി ഒറ്റയ്ക്ക് ഞാൻ സുവിശേഷം പറഞ്ഞു. കർത്താവ് എന്നോട് പറയും, ഇന്ന ദിവസം നീ ഇറങ്ങാൻ പറയും. പരിശുദ്ധാത്മാവ് എന്നോട് പറയണ അനുസരിച്ചാണ് ചെയ്യുന്നത്. കുറച്ച് ട്രാക്ട് ഒക്കെ സംഘടിപ്പിച്ചു. ആ ട്രാക്ടിങ് കൊണ്ട് എന്റെ വീട്ടിന്റെ ചുറ്റുപാട് അത്രയും മുസ്ലിമുകളും ഹിന്ദുക്കളുമാണ് താമസിക്കുന്നത്. അപ്പൊ അവരുടെ ഇടയിൽ എല്ലാം ഞാൻ ഒറ്റയ്ക്ക് പോയി സുവിശേഷം പറഞ്ഞിട്ട് പറയും, ട്രാക്ട് കൊടുത്തിട്ട് പറയും, നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. ഞാൻ മുമ്പ് എനിക്ക് വന്ന അസുഖങ്ങളെല്ലാം ഇങ്ങനെയായിരുന്നു. യേശുവാണ് എനിക്ക് സൗഖ്യം തന്ന കാര്യം നിങ്ങൾക്കറിയാലോ. എന്റെ വീട്ടിൽ ഇന്ന ദിവസം ഒരു പ്രേയർ വെച്ചിട്ടുണ്ട്, നിങ്ങൾ അവിടെ കടന്നു വരുമ്പോൾ പ്രാർത്ഥിക്കാൻ ഒരു കുപ്പിയിൽ എണ്ണയും വെള്ളമായിട്ട് വേണം നിങ്ങൾ വരാനെന്ന് പറഞ്ഞു. ജാതി മതഭേദം അവരെല്ലാവരും വന്നു. അപ്പൊ ഞാൻ യേശുവിനോട് ചോദിച്ചു. അപ്പൊ ഞാൻ തലേദിവസം ചോദിച്ചു, അപ്പൊ എത്ര പേർക്ക് ഞാൻ ചായ കൊടുക്കണം? അപ്പൊ 41 ഗ്ലാസ് ചായ എന്ന് റെഡിയാക്കാം. എന്നിട്ട് വീട്ടുകാർ സഹകരിക്കത്തില്ല. അത്രയ്ക്ക് മാനസികമായിട്ട് ഞാൻ ഞെരുങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഈ സമയത്ത് അത്രയും ഞാൻ ഞെരുങ്ങിക്കൊണ്ടിരിക്കുവാണ്. ആ കറക്റ്റ് 41 പേര് എന്റെ വീട്ടിൽ വന്നു. അന്ന് ഞാൻ പോയിക്കൊണ്ടിരുന്ന ജോൺസൺ ആ ചർച്ചിൽ തന്നെ ആദ്യം ഇരുന്ന ദേവദാസന്മാർ വേറൊരു ദേവദാസന്മാർ, ജോൺസൺ എന്ന പേര്, ഉറിക്കോടാണ് പുള്ളി താമസിക്കുന്നത്. ആ പുള്ളി വന്നിട്ട് പുള്ളിക്ക് ഇതെല്ലാം കൂടെ കണ്ടിട്ട് ഭയങ്കര അത്ഭുതമായിരുന്നു. ഇത്ര ജനങ്ങൾ ഇവിടെ വന്നല്ലോ എന്നുള്ള ഒരു ഇത്. ഞാൻ എണീറ്റ് എന്റെ സാക്ഷിയൊക്കെ പറഞ്ഞിട്ട് ആ പുള്ളിക്ക് കൈമാറിയ സമയത്ത് അന്നാണ് ഞാൻ വീട്ടിൽ ഒരു മാസത്തിൽ ഒരു ദിവസം ആരാധന സ്റ്റാർട്ട് ചെയ്യുന്നത് എന്റെ വീട്ടിൽ. അപ്പൊ പുള്ളിയുടെ ചില പ്രവചനങ്ങളെല്ലാം വന്നവർക്ക് ഭയങ്കര ദോഷമായിട്ട് തോന്നി. അത് മുഖാന്തരം പിന്നെ ആരും അവിടെ വരാറായി. പിന്നെ കുറച്ചു പേരൊക്കെ അവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് വന്നു. അവർക്ക് വചനം പറഞ്ഞു കൊടുക്കുമായിരുന്നു, പ്രാർത്ഥിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ അവരെ പോലും എന്റെ വീട്ടുകാരുടെ ആ അലസമായ കാഴ്ചപ്പാട് കാരണം പിന്നെ ഞാൻ ആരാധന അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ഭയങ്കരമായ പ്രതികൂലത്തിൽ പോയി. അതിനുശേഷം ഇതിന്റെ ഇടയ്ക്ക് എന്റെ സഹോദരൻ വിദേശത്ത് കാണും. അപ്പൊ ഞാനായിരുന്നു അവന്റെ റൂം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഞാൻ മുറിക്കകത്ത് കയറുകയും പ്രാർത്ഥിക്കുകയൊക്കെ ആ സമയം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. കർത്താവോട് ഞാൻ സംസാരിക്കും. എനിക്ക് ഒത്തിരി ദർശനങ്ങൾ, മുന്നോട്ട് പോകേണ്ട എങ്ങനെ ദർശനങ്ങളെല്ലാം ദൈവം എനിക്ക് തരുന്ന സമയത്തൊക്കെയും ഞാനും എന്റെ ദൈവത്തോട്, ഞാൻ എന്റെ കർത്താവിനോട് ഓരോ കാര്യങ്ങൾ, സങ്കടങ്ങൾ പറയും, വിഷമം പറയും. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് വീണ്ടും എന്നെ ധൈര്യപ്പെടുത്തുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ ആ ദേശത്തിലുള്ള റെസിഡൻസുകാരെല്ലാം കൂടെ എനിക്കെതിരായിട്ട് എണീറ്റിട്ട് പറഞ്ഞു, മതപരിവർത്തനമാണ് ഇവിടെ അനുവദിച്ച് തരത്തില്ലെന്ന്. അപ്പൊ എന്റെ വീട്ടുകാര് പറഞ്ഞു, ഞങ്ങൾ ഏക സഹോദരങ്ങളെ പോലെ കഴിയുന്ന ഒരു രക്ത ചൊരിച്ചിലുണ്ടായാൽ ഞങ്ങൾ അവരെ കൂടെ നിൽക്കത്തുള്ളൂ, ചേച്ചിയുടെ കൂടെ ഞങ്ങൾ നിൽക്കത്തില്ലെന്ന്. ഞാൻ വാതിലടച്ച് പ്രാർത്ഥിച്ചു. എന്റെ കർത്താവ് എനിക്ക് ആവശ്യമായിരുന്നു ബലം തന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തു, എനിക്ക് പക്ഷെ എന്റെ ദൈവത്തെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. അവര് നേരിട്ട് വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്യും. എന്നിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്റെ ജോലി അവസാനിപ്പിച്ചിട്ട് ഞാൻ തുടർന്ന് തന്നെ പോയി. തൊട്ടടുത്തൊരു അമ്പലമുണ്ട്. ഈ അമ്പലത്തില് ഞാൻ പോയി.
അവിടെയാണല്ലോ ചെറുപ്രായത്തിൽ ഞാൻ പോയി അമ്പലങ്ങള് വിഗ്രഹങ്ങള് അർപ്പിതം കഴിക്കുകയും ആ വീട്ടിലാണ് ഞാൻ കിടന്നിരുന്നത്. കിടക്കുകയും ആ അവിടെ തന്നെ അവർ സെപ്പറേറ്റ് ആയിട്ട് ഒരു വലിയൊരു അമ്പലമൊക്കെ ആ സമയത്ത് ഉണ്ടായി തുടങ്ങി. പുറത്ത് വലിയൊരു അമ്പലമൊക്കെ ഉണ്ടാക്കി തുടങ്ങി. അതിന്റെ പൂജാരിയായിട്ട് ആ വീട്ടിലെ ഗൃഹനാഥന് വേറൊരു പോറ്റി അവിടെ വരുമായിരുന്നു. വന്ന് ഞാൻ ചെന്ന് പറഞ്ഞ്, നിങ്ങളെ ദൈവമല്ല ഇത്, നിങ്ങൾക്കറിയാലോ എന്റെ അനുഭവം, ജീവനുള്ള ഒരു ദൈവമുണ്ട്, അതായത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നിങ്ങൾ വിഗ്രഹാരാധന നിങ്ങൾ ഉപേക്ഷിക്കും. നിങ്ങൾ പിന്നത്തേതിൽ ഭയങ്കര വില കൊടുക്കേണ്ടി വരും, നിങ്ങൾക്ക് അനേക കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വരും, നിങ്ങളിത് സ്റ്റോപ്പ് ചെയ്യാം. ഞങ്ങളുടെ കൂടെ ഇരുന്ന് അവർ വന്ന ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ പോയ ശേഷം എനിക്ക് ദൈവം ഒരു ദർശനം തോന്നി. കാരണം ഒരു അമ്പലം ഹനുമാന്റെയും ഒരെണ്ണം സർപ്പത്തിന്റെയാണ്. രണ്ട് പ്രതിഷ്ഠകളുണ്ട് അവിടെ. ആ സർപ്പത്തിന്റെ പ്രതിഷ്ഠയുടെ ഞാൻ ഇരുന്നു കൊണ്ട് ഈ ഹനുമാന്റെ ആ പ്രതിഷ്ഠയുടെ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ പ്രാർത്ഥന സ്വർഗത്തോളം പ്രാർത്ഥന പോകുന്നു. മറ്റു പുള്ളി പ്രാർത്ഥിക്കുന്നത് അത് കെട്ടുപോവുകയാണ്, അടഞ്ഞു പോകുന്നു. ആ ദർശനം എനിക്ക് വർഷങ്ങൾക്ക് ശേഷം തന്നു. വീണ്ടും കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ വീട്ടിൽ പോയി നിങ്ങളെ ഉപേക്ഷിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേന് അമ്പലം ഭയങ്കരമായിട്ട് വികസിച്ചു, അന്നദാനം തുടങ്ങി, ഭയങ്കര ഉത്സവം പോലെ ആയി തീർന്നു. അപ്പൊ ഒരു ആന്റി എന്നോട് വന്ന് പറയുകയുണ്ടായി. എന്റെ കൂടെ പ്രാർത്ഥനയ്ക്കൊക്കെ സഹകരിക്കുന്ന ഒരു ആന്റി ഉണ്ടായിരുന്നു. അതിന്റെ ചേച്ചിയുടെ അമ്മായി അമ്മയാണ്. അവരുടെ പേര് കൃഷ്ണമ്മ എന്നാണ്. അവര് എന്നോട് വന്ന് പറഞ്ഞു, മോളെ നീ അറിഞ്ഞു, നാളെ ഇവിടെ 9 പോറ്റിമാര് വരാൻ പോവുകയാണ്. അപ്പൊ ഞാൻ കേട്ട്, ആ സാരമില്ല, എന്നാ ശരിയെന്ന് പറഞ്ഞു. ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു. അമ്മ ഇടയ്ക്കിടയ്ക്ക് എന്നെ പ്രാർത്ഥിക്കാനൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വാതിൽ മുട്ടും. ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു, അമ്മ വാതിൽ മുട്ടുകയോ എന്നെ ശല്യം ചെയ്യരുത്, എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞ കുറച്ച് ജീരക വെള്ളം തിളപ്പിച്ച് വീട്ടിലാണ് 2 ദിവസം ഞാൻ ഉപവസിക്കാൻ പോവുകയാണ്. എന്നെ ഒരു കാരണവശാലും എന്നെ വിളിക്കലെന്ന് പറഞ്ഞു. അന്നത്തെ ദർശനം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. ഞാൻ എന്ത് ചെയ്യുന്ന പ്രാർത്ഥിച്ചു. ഞാൻ അപ്പനോട് പറഞ്ഞു, 91 സങ്കീർത്തനത്തിന് ആദ്യത്തെ വാചനം. കാരണം ഞാൻ ഒറ്റയ്ക്ക് എവിടെ ഇരിക്കുന്നത്, എന്റെ വീട്ടുകാരൊന്നും രക്ഷിക്കപ്പെട്ടിട്ടില്ല, അവിടുന്ന് യേശുവിനെ അറിഞ്ഞിട്ടില്ല. ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുക. എന്റെ അപ്പനോട് ഞാൻ പറഞ്ഞു, അപ്പം പറഞ്ഞിട്ടുണ്ട്, ഒരു വാതയും നിന്റെ കൂടാരത്തിനടുക്കാതെ തന്നെ കാപ്പാന്നിട്ട് ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് എന്റെ യേശുവും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഒറ്റയ്ക്കായി ഇരിക്കുന്നത്, എന്റെ അപ്പൻ എന്റെ സ്ഥാനത്ത് എന്നോട് കൂടെ ഇരിക്കണം. അത് ദൈവത്തിന്റെ ദൂതന്മാരെ എനിക്ക് സംരക്ഷിക്കാനായിട്ട് എന്റെ കുടുംബത്തിൽ അവിടെ നിൽക്കുന്ന ഒരു ബാധയും എന്റെ കൂടാരത്തിന് അടുക്കാതെ വേണം അവരെയും സംരക്ഷിക്കണമെന്ന് ഞാൻ യേശുവിനോട് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ വീട്ടിന്റെ മുന്നിൽ ഒരു കൊടറയടിയ പണ്ടത്തെ വച്ച് കെട്ടിയിട്ടുണ്ട് പ്ലാവിൽ. നല്ല ശബ്ദമാണ്. അത് പ്രഭാതത്തിൽ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. എന്റെ യേശുവിന്റെ പ്രവൃത്തി ഭയങ്കരമായ കോരിച്ചൊരിയുന്ന മഴ, ഭയങ്കര മഴ, അതുവരെ പെയ്യാത്ത വലിയൊരു മഴ പെയ്തു. അപ്പൊ ഉച്ചയായപ്പോഴത്തേക്ക് എല്ലാവരും അന്നദാനം മേടിച്ചു. ഞാൻ ഇടയ്ക്കൊന്ന് പുറത്തിറങ്ങി, എന്നാ സമയം നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തിറങ്ങി, ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട്. മേടിച്ചോണ്ട് പോകുന്ന സമയത്ത് ഞാൻ വീട്ടിൽ വന്നിരുന്ന് കഴിക്കാൻ പറഞ്ഞു. വീട്ടിൽ കഴിച്ചിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. കാരണം ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ ഞാൻ നേരിട്ട് കാണുമായിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം അറിയുന്നു, 9 പോറ്റിമാരില് 8 പേരും അവിടെ ഭയങ്കരമായ അടിയുണ്ടാക്കി, പ്രശ്നങ്ങളായി, അവരെല്ലാം പിരിഞ്ഞു പോയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതോടുകൂടി അമ്പലത്തിലെ പൂജകളെല്ലാം നിന്നു. പിന്നെ ആര് അവിടെ പണിത കരങ്ങൾ കൊണ്ട് തന്നെ അത് പൊളിച്ചു കളയേണ്ടി ഇട വന്നു. ദൈവം വരുത്തി. ദൈവം എനിക്ക് തന്ന ആ ദർശനം അവിടെ നടക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവിടെ നിന്ന് പ്രതിഷ്ഠകളെല്ലാം കൊണ്ടുപോയി PMCയിൽ അവിടെ ഒരു ഹനുമാന്റെ അമ്പലത്തിൽ കൊണ്ട് വെക്കുമായിരുന്നു. അങ്ങനെ അത് തുടർന്ന് എന്റെ ജീവിതത്തിലെ പിന്നോട്ടുള്ള ജീവിതം ദൈവം ഒറ്റയ്ക്ക് തന്നെ പല സ്ഥലങ്ങളൊക്കെ പോയി, പല ദേശത്ത് കടന്നുപോയി കർത്താവിനെ കുറിച്ച് പറയുവാനും പിന്നെ സാക്ഷ്യങ്ങൾ പറയുവാനായിട്ടുള്ള അവസരങ്ങളെല്ലാം കിട്ടി. എവിടെ ഞാൻ പോയിരുന്നാലും എനിക്ക് എന്റെ യേശുവിനെ പറയാൻ ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ അങ്ങ് പറയുമായിരുന്നു. പല ഭവനങ്ങളിൽ കൂട്ടായ്മ വെച്ചു. ഓരോ വീടുകളിൽ ഓരോ ദിവസം കൂട്ടായ്മ വെച്ചു. അവിടെ അവർക്ക് വചനം പഠിപ്പിച്ചു കൊടുക്കുകയും ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അവരെല്ലാം അഭിഷേകം പ്രാപിക്കുകയും അന്യഭാഷ പറയും. കൊച്ചു കുട്ടികൾക്ക് പോലും പറയുമായിരുന്നു. അങ്ങനെ ഇതുപോലെ പല ഏരിയകളിലും പ്രാർത്ഥനയൊക്കെ ദൈവം ശക്തമായിട്ട് എന്നെ എടുത്ത് ഉപയോഗിച്ചു. പിന്നെ ഈ മെന്റൽ മാറിയ ശേഷം ആദ്യമായിട്ട് ഞാൻ ഉളംപാറ പോയി എനിക്ക് സാക്ഷ്യം പറയുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് എന്റെ കുടുംബ ജീവിതത്തെ കുറിച്ച് പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്. ദൈവം എന്നെ കൂടി ചെയ്ത അനേക ടെസ്റ്റ് മണികളുണ്ട്. എങ്കിലും ചുരുക്കമായിട്ട് ഞാൻ അടുത്തിനി വിവാഹത്തിന് ശേഷമുള്ള വിവാഹം എങ്ങനെ നടന്നതിനെ കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ വിവാഹം വേണ്ട എന്ന് പറഞ്ഞ തീരുമാനം എടുത്തതായിരുന്നു ദൈവസന്നിധിയിൽ. കാരണം എന്റെ വീട്ടിൽ എനിക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം.
എനിക്ക് ഏതെങ്കിലും അനാഥാലയത്തിൽ പോകും, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു പോകും. അതുപോലുള്ള അവസ്ഥ എൻ്റെ വീട്ടിനകത്തു നിന്നും എനിക്ക് നേരിടേണ്ടതായിട്ട് വന്നു. വന്ന സമയത്താണ് എനിക്കൊരു അന്ന് ഞാൻ പോയി പകലെല്ലാം സമയങ്ങളെല്ലാം ചെലവഴിക്കുന്നത് പാളയത്തൊക്കെ കത്തോലിക്ക പള്ളിയൊക്കെ തുറന്നിട്ടേക്ക് ആ പള്ളിക്കകത്ത് ചെന്ന് കുറെ നേരം മുട്ടും മടക്കി ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ മ്യൂസിയത്ത് പോയി ഒന്ന് ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുക. സന്ധ്യയാകുമ്പം ഞാൻ വീട്ടിൽ വരും, വാതിലടയ്ക്കും. അങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങളിൽ കൂടി ഞാൻ ഒത്തിരി കടന്നു വില കൊടുക്കേണ്ടതായിട്ട് എനിക്ക് വന്നു. അതിനുശേഷം അങ്ങനെ ഞാൻ വിചാരിച്ചു വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് രക്ഷപ്പെട്ട മതി എന്നുള്ള ഒരു അവസ്ഥയിലായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്കൊരു പ്രപ്പോസൽ വന്നു. എനിക്ക് വീട് വരണം എന്നുള്ള മനോഭാവത്തോടു കൂടി ഞാൻ സമ്മതിച്ചു. ആ സമയത്താണ് ഇതുപോലെ ഇദ്ദേഹത്തെ വരികയും ഇഷ്ടപ്പെടുകയും ഞങ്ങള് കുടുംബജീവിതം ആരംഭിക്കുകയും ചെയ്തു. കുടുംബജീവിതം തുടങ്ങി കുറച്ചു നാളുകൾ ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ നേരിട്ട് മുഖാന്തരം ഞാനൊരു RCCയിലേക്ക് ജോലിക്ക് പോയി 2-3 മാസം കഴിഞ്ഞ ഉടനെ എന്റെ ഭർത്താവിനും 2 വർഷം കഴിഞ്ഞ എന്റെ ഭർത്താവിനും അവിടെ ഒരു ചെറിയ ജോലി, ഡെയിലി വേജസ് ആയിട്ടാണ് ഞങ്ങൾ അവിടെ ജോലി ചെയ്യുന്നു, ക്ലീനിങ്. അപ്പൊ ജോലി ചെയ്യുകയുണ്ടായി. അവിടെ തന്നെ അനേകരോട് രഹസ്യമായിട്ട് പരസ്യമായിട്ട് അവിടെ പറയാൻ പറ്റത്തില്ല. എന്റെ ഹസ്ബൻഡിനെ തന്നെ പലതവണ പുറത്താക്കിയിട്ടുണ്ട് മതപരിവർത്തനം എന്ന് പറഞ്ഞിട്ട്. അവിടെ അവരുടെ ദൈവത്തെ അവർക്ക് പറയാം, ഒരു ബുദ്ധിമുട്ടുമില്ല. അവിടെ ഹിന്ദുക്കളുടെ ദൈവത്തെ പറയാം, അവിടെ പൂജ നടത്താം, മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാനുള്ള അവസരം കൊടുക്കും. എന്നാൽ ക്രിസ്ത്യാനികൾക്ക് ഒരു പ്രാർത്ഥിക്കുവാനോ മറ്റുള്ളവർ പറയുവാനോ ഉള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരുന്നില്ല. എങ്കിൽ തന്നെയും പലരെയും ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ സുവിശേഷം പറയും, പല രോഗികളെയും പ്രാർത്ഥിക്കുകയും ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യും, അവരുടെ വീടുകളിൽ പോയി സുവിശേഷം പറയുകയും ഒത്തിരി പേര് സ്നാനപ്പെടുവാനൊക്കെ ആയിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡിന് അറ്റാക്ക് വന്നായിരുന്നു. ഈ കോവിഡ് ആയിരുന്ന സമയത്ത് എൻ്റെ ഭർത്താവിന് അറ്റാക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് അന്ന് ആംബുലൻസിൽ ഞാൻ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ ആംബുലൻസിൽ തന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് അദ്ദേഹം മരണവിപ്രാളത്തിലായിരുന്നു. ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഭാരം തോന്നിയില്ല. ഞാൻ പറഞ്ഞു, കർത്താവിന്റെ വേല ഇനി ഉണ്ടെങ്കിൽ എൻ്റെ ഭർത്താവിന്റെ പ്രാണന് യാതൊന്നും സംഭവിക്കത്തില്ല എന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. ആ ഉറച്ച വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കുകയും പിന്നെ അവിടെ ചെന്ന് ഗുളിയൊക്കെ കൊടുത്തു ഒക്കെ ചെയ്തിട്ട് അവര് പിന്നെ വീണ്ടും അവിടെ അഡ്മിറ്റ് ചെയ്ത് ടെസ്റ്റുകൾ ചെയ്തപ്പോൾ അതിലൊരു കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഈ കഴിഞ്ഞ വർഷം ഈ ഒരു വർഷത്തിനിടയിൽ വീണ്ടും വന്ന് 2 പ്രാവശ്യം വന്നു. അന്ന് ഞാൻ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, ഭയങ്കരമായ മഴ ഉണ്ടായിരുന്ന ആ സമയമായിരുന്നു. പുള്ളി എങ്ങനെ ഓട്ടോ പിടിച്ചിട്ട് കിട്ടില്ല. അർദ്ധരാത്രി 11:30 മണിക്കാണ് പുള്ളിക്ക് ഈ രണ്ടാമത് സംഭവം. ഹാർട്ട് ബീറ്റ് ഒന്ന് 185 കൂടുതൽ ആയിക്കൊണ്ടിരുന്നു. ബൈക്ക് ഓട്ടിക്കാനൊന്നും പറ്റത്തില്ല. അതുപോലെ ഭയങ്കരമായ ബുദ്ധിമുട്ടായി. പുള്ളി നേരെ വന്നത് RCCയിലോട്ടാണ് വന്ന് അവിടെ നോക്കിയപ്പോൾ BP കൂടി, ഹാർട്ട് ബീറ്റും ഭയങ്കരമായിട്ട് കൂടി. അവിടുത്തെ ആംബുലൻസിൽ അവിടുത്തെ സ്റ്റാഫോട് വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിറ്റ് ചെയ്തു. അവിടെയും പറഞ്ഞു ഹാർട്ട് ബീറ്റ് കൂടി, ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ചിത്രയിലേക്ക് റെഫർ വാങ്ങിച്ചു. അവിടെ ഈ ഹാർട്ടിന്റെ ഇത് അധികമായിട്ട് ഓവറായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട്, ഇലക്ട്രിക്കിന്റെ, അതിനെ കരിച്ചു കളയണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ചെയ്തതിനു ശേഷം ഈ മാസം 5-ാം തീയതി വീണ്ടും പുള്ളിക്ക് ബുദ്ധിമുട്ടായി. ഞാൻ അന്നും പകലായിരുന്നു ഡ്യൂട്ടിക്ക് പോയി. എന്റെ സഹോദരങ്ങളൊക്കെ അറിയിച്ചു. അവർ വന്ന് അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ അവര് പറഞ്ഞു എത്രയും പെട്ടെന്ന് ICU കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞങ്ങളെ ചിത്രയെ കൊണ്ടുവരാൻ പറഞ്ഞു. ചിത്ര ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴത്തേന് അവര് ആംബുലൻസ് വെച്ചിനെ പരിശോധിച്ചു. കാരണം അവർക്ക് ബെഡില്ല, ICUക്കകത്തും ഒഴിവില്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓക്സിജന്റെ സഹായത്തോടെയാണ് പേഷ്യന്റ് കഴിയുന്നത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് താമസിയാതെ ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു, ICU ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആംബുലൻസിലോട്ട് കയറിയിട്ട് ഞാൻ നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞു, കർത്താവായ യേശു അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല. കല്ലറയ്ക്ക് അകത്തിറങ്ങി ഉയർപ്പിന്റെ ശക്തി ഇന്ന് ഈ മനുഷ്യന്റെ ശരീരത്തിൽ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളെ കൊടുത്തു. പിന്നെ ഞാൻ പാറപ്പെട്ടില്ല. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെയുള്ള ടെസ്റ്റുകൾ ECG എല്ലാം എടുത്തിട്ട് എല്ലാം നോർമലും. സ്കാൻ ചെയ്ത് നോക്കി, ബ്ലഡ് ടെസ്റ്റ് പലതവണ മാറ്റി നോക്കി. അവിടെ എല്ലാം വലിയവനാ ദൈവം കൂടെ ഇരുന്നു. ഞങ്ങൾ രണ്ടുപേരും പല സ്ഥലങ്ങളിൽ പല രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ കർത്താവിന്റെ വേല ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് പല സ്ഥലത്തൊക്കെ ദൂര സ്ഥലത്തൊക്കെ കടന്നുപോയി. ആരെങ്കിലും ഒക്കെ പ്രാർത്ഥിക്കാൻ വിളിക്കും, അവിടെ എല്ലാം കടന്നുപോയി സുവിശേഷം അറിയിക്കുവാനും കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ടും കർത്താവ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഇനിയും ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങൾ നടത്താൻ വേണ്ടി
പ്രാർത്ഥിക്കണം. ഞാൻ കടന്നുപോയ ഘട്ടങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ ദൈവം ആരിലെക്കാളും വലിയവനെന്ന് എനിക്ക് പറയുവാനായിട്ട് കഴിയും. കാരണം പല ഹിന്ദുക്കളോടും ഞാൻ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അവര് അവര് പറയാം എല്ലാ ദൈവങ്ങൾക്കും അവർ ഒന്നാന്ന് പറയും. അപ്പൊ ഞാൻ അവരോട് ഇപ്രകാരം ചോദിക്കും, നിങ്ങളുടെ ദൈവം മനുഷ്യന്റെ കൈവേലയാണ്. അവരുടെ ഭാവനയിൽ കൊത്തിവെച്ച ഒരു വിഗ്രഹം മാത്രമാണ്. അവയ്ക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, കൈ ഉണ്ടെങ്കിൽ സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിൽ നടക്കുന്നില്ല, ചെവി ഉണ്ടെങ്കിൽ കേൾക്കുന്നില്ല എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ആ വിഗ്രഹത്തെ ഓർത്ത് നിങ്ങൾ ഒന്ന് നോക്കാൻ പറഞ്ഞു. ശ്രദ്ധിച്ച് എന്തെങ്കിലും നിങ്ങളെ അവിടെ സംസാരിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയം അവരെന്നോട് പറയണ്ട, ശരിയാണെന്ന് പറയും, ശരിയാണെന്ന് പറയും. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുന്ന ദൈവമാണ്. അവ ജീവനുള്ള ഒരു ദൈവമാണ്. നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കണം, കുറിയിടണം, ഭസ്മിടണം, കുളിപ്പിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ എന്റെ ക്രിസ്തു, ഇന്ന് ജീവിക്കുന്ന ദൈവം, ആ ക്രിസ്തുവിന് മാത്രമേ ഒരു മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഞങ്ങൾ എന്നിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ പോയാൽ നിങ്ങൾ നിത്യ നരകത്തിലേക്ക് പോകും. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ രക്ഷ പ്രാപിക്കൂ എന്ന് പറഞ്ഞ് ഒത്തിരി വചനങ്ങളൊക്കെ അവർ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇതുപോലെ ഞങ്ങളെ ശുശ്രൂഷ എന്ന് പറഞ്ഞാല് ഒരു വീട്ടിൽ പോയി പ്രാർത്ഥിക്കുക മാത്രമല്ല, രോഗിയെ കിടക്കൽ അവരെ പരിചരിക്കുകയും, പലപ്പോഴും ചില വീടുകൾ രോഗക്കിടക്കയിലായിരിക്കുന്നവരെ ഡയപ്പർ മാറ്റുകയും, അങ്ങനെയുള്ള ദൈവിക സ്നേഹത്തിൽ കൂടി അവരുടെ സുവിശേഷം പറഞ്ഞ് സ്നാനപ്പെട്ടവരുണ്ട്. ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്തു പോകുന്നത്. ഞാൻ എന്റെ ഭർത്താവിനും കൂടിയാണ് ഈ ജോലിയൊക്കെ ചെയ്യുന്നത്. ചില ആൾക്കാർ വീട് ഞങ്ങൾ കൂടെ അതിലൊരാളായിട്ട് സഹകരിച്ച് അങ്ങനെയാണ് ഹിന്ദുക്കളായ ഹൈന്ദവ ആൾക്കാരോട് ഞങ്ങൾ സുവിശേഷം പറയുന്നത്. ഇങ്ങനെ ദൈവത്തിന്റെ വചനം എത്രത്തോളം എത്തിക്കാമോ അവിടെയൊക്കെ എത്തിക്കുവാനായിട്ട് കർത്താവിൽ ആശ്രയിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയുവാനുള്ള ഒരു കാര്യമെന്ന് പറയാനുള്ളത്, എന്തൊക്കെ ജീവിതത്തിൽ വന്നിരുന്നാലും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളൊക്കെ അനവധി വരും. പക്ഷെ ഇതൊന്നും കണ്ട് നമ്മൾ ഭയപ്പെട്ടു പോകരുത്. കാരണം ഒരു ദൈവ പൈതൽ വിശ്വാസത്തോടും കൂടി മുന്നോട്ട് പോകാൻ, കർത്താവിന്റെ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തില് കർത്താവായ യേശുക്രിസ്തു സ്നാനമേറ്റ് ആത്മാവ് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. തിരിച്ച് അവിടെ മരുഭൂമിയുടെ അനുഭവം, അവിടെ ആഹാരമില്ല, വെള്ളമില്ല, ഒന്നുമില്ല. ക്ഷീണിച്ച് വരുന്ന ആ സാഹചര്യത്തില് കർത്താവിനെ എതിരേറ്റത് സാത്താനാ എതിരേറ്റത്. നിനക്ക് വിശക്കുന്നുവെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ യേശു പറഞ്ഞത് ഇപ്രകാരം പറയുകയുണ്ടായി. വചനം പറയുന്നുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് പറഞ്ഞ സകല വചനം കൊണ്ട് ജീവിക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടാമത് പറയുകയാണ്, നരകത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു ദൈവത്തിന്റെ ദൈവാലയത്തിന് അഗ്രം നിർത്തിയിട്ട് പറഞ്ഞു, നീ താഴോട്ട് ചാട്, നിന്നെ കാപ്പാൻ തന്നെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് വചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത് കണ്ട്. അപ്പം ഇങ്ങനെയുള്ളതായ ചില പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ വരും. അതിനുശേഷം ലോക സകലതും കൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ വീണ് എന്നെ നമസ്കരിച്ച ഇതൊക്കെ ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് പറഞ്ഞെന്തോ, അത് നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവുള്ളൂ, നിന്റെ ദൈവമായ കർത്താവ് പരീക്ഷിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെയുള്ള പരീക്ഷകൾ, കാരണം ലോകം മോഹങ്ങളും പലതും പിശാച് ഞങ്ങളുടെ മുന്നിൽ കൊണ്ടിട്ട് നമ്മളെ തകർക്കുവാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഒരിക്കലും അതിലേക്ക് നമ്മൾ ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ ആ വിളിച്ചവന്റെ സൽഗുണങ്ങളെ പോഷിപ്പാൻ തക്കവണ്ണം നമുക്കിടയായെന്ന് വരികയില്ല. നമ്മൾ ലോകത്തിലേക്ക് വീണു പോവും, സാത്താന്റെ കയ്യിൽ അകപ്പെട്ടു പോവും. നമുക്ക് പ്രത്യാശയുള്ള നമ്മളെ ക്രിസ്തുവിലാണ്. എന്നിട്ട് രണ്ടാമത് ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം ഞാൻ പലതവണ ഒരു ദിവസം വായിക്കാറുണ്ട്. കാരണം അവിടെ സാത്താനായിട്ട് എങ്ങനെ യുദ്ധം ചെയ്യണമെന്നൊക്കെയും അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞ സാത്താനോട് എതിർത്തിൽ പിന്നെന്നാ നിങ്ങൾ വിട്ടോടിപ്പോകും. നമ്മുടെ സാത്താൻ എന്ന് പറഞ്ഞ അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. ഇവന്റെ തന്ത്രങ്ങളും സൂത്രങ്ങളും നമ്മളെ തീർച്ചയായിട്ടും അറിഞ്ഞു കഴിഞ്ഞ് ഈ ദൈവ സ്നേഹത്തെ എന്റെ കർത്താവ് തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ തളർന്നു പോകാതെ വണ്ണം അന്ത്യത്തോളം നിലനിൽക്കേണ്ടി വരും. ഇതിനകത്ത് വേറൊരു കാര്യം, ക്രിസ്തുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ അതുവരെ സ്നേഹിച്ചവരെല്ലാവരും നമുക്ക് പ്രതികൂലമായി മാറും. പരിഹാസങ്ങളും നിന്ദകളും മാത്രമായിരിക്കും നമുക്ക് ലോകത്തിൽ നമുക്ക് താങ്ങായിട്ടുള്ളത്. ഇന്ന്
നമ്മൾ രണ്ടുപേരുടെ അധ്വാനം കൊണ്ട് നമ്മൾ കർത്താവിന്റെ വേല ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ലോകത്തിൽ ഒന്നും സമ്പാദിച്ചിട്ടില്ല. സ്വന്തമായിട്ട് വീടോ ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് യാതൊന്നുമില്ല. എങ്കിൽ തന്നെയും വലിയവനായ ദൈവം നടത്തുന്നുണ്ട്. തുച്ഛമായ വരുമാനത്തിൽ ഞങ്ങൾ ഇന്ന് കർത്താവിന്റെ വേല ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ദൈവമാണ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആദ്യം ഞാൻ കണ്ട യേശു, എന്റെ മുറിക്കകത്ത് പ്രത്യക്ഷപ്പെട്ട എന്റെ യേശു, ആ യേശു എന്റെ ആ മുഖം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടിച്ചപ്പോ ചാട്ടവാർ കടിക്കുമ്പോ അതിന്റെ ഒരു കൊളുത്തന്നെ കാണിച്ചു. അതിന്റെ മാംസ കഷ്ണങ്ങൾ ഇളകി വീഴുകയും രക്തം ചാല് പോലെ ഒഴുകുന്നതായ ദർശനങ്ങൾ ദൈവം എന്നെ കാണിക്കുകയുണ്ടായി. പലപ്പോഴും പ്രതികൂലങ്ങളും പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ഞാൻ ഈ ദർശനമാണ് ഞാൻ ഓർക്കുന്നത്. എനിക്ക് വേണ്ടി എന്റെ കർത്താവ് ഇത്രമാത്രം പാവിയായ എന്നെ രക്ഷിപ്പാനായിട്ട് ഇത്രത്തോളം കഷ്ടം സഹിച്ചുവെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് എന്റെ കർത്താവിനെ സ്നേഹിച്ചുകൂടാ? എന്റെ കർത്താവിന്റെ വചനം അനുസരിച്ചുകൂടാ? എന്തുകൊണ്ട് മറ്റുള്ളവരുടെ ഇടയിൽ എനിക്ക് ഈ സുവിശേഷം എത്തിക്കൂടാ? ഞാൻ പറഞ്ഞില്ല എങ്കിൽ അനേകരും നിത്യനാശത്തിലേക്ക് കടന്നു പോകും. ഓരോ വ്യക്തിയുടെ സുവിശേഷം പറയുമ്പോൾ അതിനുള്ളതായ പരിഹാസങ്ങൾ എന്തുകൾ എന്റെ ജീവിതത്തിൽ ഇന്നുണ്ട്. 2 വർഷം മുമ്പ് ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾക്ക് മനസ്സിൽ പോലും ചിന്തിക്കാൻ പാടില്ലാത്ത പല വിധത്തിലുള്ള പ്രതികൂലങ്ങൾ എന്റെ ജീവിതത്തിൽ നേരിട്ട സമയത്ത് എനിക്ക് ഹൈ BP കൂടി സ്ട്രോക്കിന്റെ അനുഭവം വരെ എത്തി. അത്രത്തോളം നിന്ദിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് ഞാൻ കടന്നു വന്നു. ആ സമയത്ത് എന്റെ അടുക്കലേക്ക് 3 ദൂതന്മാര് കടന്നു വന്ന് അവരെന്നെ ആശ്വസിപ്പിച്ചു. ഇങ്ങനെ ഏതെല്ലാം പ്രതികൂലത്തിൽ കൂടി കടന്നു പോയിട്ടുണ്ടോ, അതിൽ എന്റെ സ്വന്തം ബുദ്ധി കൊണ്ടോ കഴിവുകൊണ്ടോ ഒന്നുമല്ല എനിക്ക് നിലനിൽക്കാൻ പറ്റിയത്. എനിക്ക് വേണ്ടി പാപിയായിരുന്നു എനിക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് ജഡാവതാരം എടുത്ത് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് ഇന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന ഒരു യേശുവുണ്ട്. ആ യേശുവിന്റെ പൊന്നു മുഖത്ത് നോക്കിയാൽ ഒരിക്കലും നമ്മൾക്ക് ക്ഷീണിച്ചു പോകാനോ മടുത്തു പോകാനോ പറ്റത്തില്ല. ആ വലിയവനായ ദൈവം എന്റെ ഭർത്താവിനെ വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി നടത്തുന്നുണ്ട്. പിന്നെ വീട്ടുകാരെല്ലാം പിന്നെ അവര് യേശുവിനെ അറിയുവാൻ ഇടയായി തീർന്നു. അവിടെ വിഗ്രഹങ്ങൾ അതൊക്കെ അവര് വീട്ടില് മരിച്ചവർക്ക് വെച്ച് കൊടുക്കുന്നതും ഇതെല്ലാം അവര് മാറ്റി. ഞാൻ അവരോട് ഒരു പ്രാവശ്യം മാത്രമേ ഇതെടുത്ത് മാറ്റാൻ പറഞ്ഞുള്ളൂ. അന്ന് എനിക്ക് വളരെ വേദന ഏൽക്കേണ്ട വാക്കുകൾ എനിക്ക് കിട്ടിയെങ്കിലും പിന്നത്തെ രഹസ്യത്തിൽ കാണുന്ന എന്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയും പിന്നത്തെ അവിടുത്തെ സ്ഥിതികൾക്കെല്ലാം മാറ്റം വരികയും എന്റെ സഹോദരങ്ങൾ എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവരുടെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നു. എനിക്ക് എന്റെ ജീവിതത്തില് ഇങ്ങനെ വന്നൊരു സാക്ഷ്യം പറയാൻ പറ്റും ഞാൻ വിചാരിച്ചതല്ല. ദൈവദാസനോട് ഞാൻ നന്ദി പറയുന്നു. ഇതുവരെ എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ആരോമ TV പ്രേക്ഷകർക്കും ഞാൻ നന്ദി പറയുകയാണ്. ഇത്രയും സമയം അവരെ എനിക്ക് ചെലവഴിച്ചുള്ള എന്റെ സാക്ഷ്യം കേൾക്കാനായിട്ട്. അവരെ ഇതുപോലെ പ്രതികൂലത്തിലും പ്രതിസന്ധിയിലായിരിക്കുന്നവര് അതിശക്തമായിട്ട് പിന്നിലേക്ക് നോക്കാതെ മുന്നോട്ട് ആഞ്ഞു ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുവാൻ വലിയവനായ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനും കരുണ നിറഞ്ഞവാനുമായ സ്വർഗസ്ഥ പിതാവേ, അടിയാന് ആരോമ TV ചാനൽ വന്ന് കടന്നു വന്ന് കർത്താവ് സാക്ഷ്യം പറയുവാൻ ദൈവ മുഖാന്തരം ഒരിക്കലും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്തൃദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആരോമ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുപ്പിശ, എന്റെ ദൈവമേ, കർത്താവിന്റെ വേല നിമിത്തം അനേക പരിഹസിക്കപ്പെട്ടും നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും അനവധി പേര് എന്റെ കർത്താവ് ഇത് കേൾക്കുന്നവരുണ്ട്. അവരും കർത്താവ് ഈ സാക്ഷ്യത്തിൽ കൂടി അവരും കർത്താവ് അടുത്തു പോകാതെ മുന്നോട്ട് ഓടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ ദൈവം അവർക്ക് ശക്തിയും ബലവും പകർന്നു കൊടുക്കണം യേശുപ്പിശ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ അവരെ കണ്ണുനീരൊക്കെയും തുടച്ചു മാറ്റി അവരെ മാനസാന്തരപ്പെടാത്ത കുടുംബങ്ങളിലെ പല വ്യക്തികളുണ്ടാവാം. അവരെല്ലാം സാക്ഷ്യം കേട്ട് മാനസാന്തരപ്പെടുവാൻ കർത്താവ് ഈ ഈ സാക്ഷ്യം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഏതെല്ലാം രാജ്യത്ത് നിന്നുകൊണ്ട് ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു അവിടെ എല്ലാം ദൈവമേ അപ്പന്റെ സ്നേഹക്കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അടിയനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇത്രയും സമയം സാക്ഷ്യം പറയുവാൻ ദൈവം കൃപ ചെയ്തതിന് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സകലമാനവും മഹത്വം എടുക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. താങ്ക് യു പ്രിയ ലളിത സിസ്റ്റർ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും ദൈവം നടത്തിയതായ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ TVയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസരോടും കുടുംബത്തുള്ളതായ നന്ദി സ്നേഹത്തിനുണ്ട് അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യം ആരോഗ്യം ദീർഘായുസ്സ് തന്ന് കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ ദൈവം ഉപയോഗിക്കട്ടെ എന്ന്
ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന അരോമ ടിവിയുടെ ഓരോ ശ്രോതാക്കളുള്ളതായ നന്ദി സ്നേഹത്തിൽ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ അനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമയപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങൾ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വാട്സപ്പിലൂടെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവമായി വീണ്ടും കാണുകയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com